കൃഷ്ണ, ഗുരുവായൂരപ്പ, എന്റെ ശിവനെ, എന്റെ വിഘ്നേശ്വരൻ, എന്റെ ചങ്ങമ്പുഴ ഭഗവതി, നിങ്ങളെയൊക്കെ ഇങ്ങനെ വിളിക്കാൻ തുടങ്ങിയിട്ട് 40 കൊല്ലമായി. ആദ്യമൊക്കെ ഞാൻ എന്റെ ഭർത്താവിന് വേണ്ടിയിട്ടാണ് നിങ്ങളെ വിളിച്ചോണ്ടിരുന്നത്. പിന്നെ ഞാനതങ്ങോട്ട് നിർത്തി. ഇപ്പൊ എന്റെ മകൻ പവിത്രന് വേണ്ടിയിട്ടാ വിളിച്ചോണ്ടിരിക്കണത്. കെട്ടുപ്രായം കഴിഞ്ഞു എന്നുള്ള വിചാരം അവനില്ല. അവനൊന്ന് കല്യാണം കഴിച്ച് കണ്ടിട്ട് എനിക്ക് അങ്ങോട്ട് ഭരിച്ചാ മതി. ഈ അടുത്ത കാലത്ത് എങ്ങനെ നടക്കും എന്റെ ദൈവങ്ങളെ? മോളുടെ കല്യാണം ഭംഗിയായിട്ട് നടക്കട്ടെ കേട്ടോ. എന്നാ ഞങ്ങള് ഭാരതിയെ, പവിത്രൻ എവിടെടി? ആ രാവിലെ തന്നെ നാട്ടുകാരുടെ പ്രശ്നം പരിഹരിക്കാൻ ഇറങ്ങി. പരിഹാരം പവിത്രൻ. അങ്ങനെ ഒരു പേര് എന്റെ മോനല്ലാതെ വേറെ ആർക്കുണ്ടടി? അതെ അതെ, അച്ഛനെ കണ്ടല്ലേ വളർന്നത്. എടീ കുമാരനാശാന്റെ മകളെ, പരിഹാരം പുരുഷോത്തമൻ ഈ നാട്ടിൽ പരിഹരിച്ച പ്രശ്നങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പം ഇന്നേ വരെ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടാവില്ല. അതുപോലെ തന്നെയാ എന്റെ മകൻ പവിത്രനും. ഈ നാടിന് നന്മ വരുന്ന കാര്യങ്ങൾ മാത്രമേ അവൻ ചെയ്യൂ. ഒരു വൃത്തികെട്ട പരിപാടിക്കും എന്റെ കുട്ടി കൂട്ടിക്കില്ല എന്ന് എനിക്ക് ഉറപ്പാ. അത് അച്ചിട്ട പോലെ 10 തരാടി. കാരണം അവൻ എന്റെ മോനാ. അവനെ എന്നെ കണ്ട വളർന്നത്. നിന്റെ വിഷമം എനിക്ക് മനസ്സിലാവും എന്റെ ഭാരതി. അവൻ ഒരു പെണ്ണ് കെട്ടിക്കണ്ട നിനക്ക് സന്തോഷാവും, അതല്ലേ? അത് ഉടനെ നടക്കും. നിന്നെ ഞാൻ കെട്ടിയത് നിന്റെ നാട്ടിലെ ഒരു പ്രശ്നം പരിഹരിക്കാൻ വന്നപ്പോഴല്ലേ? അതുപോലെ അവനും കിട്ടും. ഏതെങ്കിലും ഒരു നാട്ടിൽ നിന്ന് നല്ല തങ്കം പോലത്തെ ഒരു കൊച്ചിനെ. ഇപ്പൊ മനസ്സ് വിഷമിച്ച പോലെയാണല്ലോ വർത്താനം പറയണത്. പവയെ പറ്റി ഓർത്ത് നിങ്ങൾക്കും ആദ്യമായോ? കൂടുതലൊന്നോ വിഷമിക്കണ്ട കേട്ടോ. ഒരുപാട് നന്മകൾ ചെയ്ത നിങ്ങളെപ്പോലെ തന്നെ നന്മകൾ മാത്രം ചെയ്യുന്നവനാ നമ്മുടെ മോൻ. ചങ്ങമ്പുഴക്കാർക്ക് അവൻ കൺകണ്ട ദൈവമാണ്. അമ്മച്ചി ഉറങ്ങുമ്പോഴാണ് വലിക്കുന്നിടത്താണോ കയറി കിടന്ന് ഉറങ്ങുന്നേ? വീഴത്തി ഇറങ്ങി വാ. എന്റെ പങ്കജാക്ഷ, നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ഇങ്ങോട്ട് വരുമ്പോഴെങ്കിലും ആ മരണമണി ഒന്ന് നിർത്തണമെന്ന്. ഓ, എനിക്കാണെങ്കിൽ അത് കേൾക്കുന്നതേ പേടിയാ. അത് അത്യാവശ്യ സമയത്ത് ലൈറ്റും മ്യൂസിക്കും ഒക്കെ ആവാമെന്ന് പവിത്രം പറഞ്ഞിട്ടുണ്ട്. എങ്കിലല്ലേ സംഗതി വരൂ. അതെ. ഇപ്പൊ എന്താ അത്യാവശ്യം സംഗതിക്ക്? സംഗതി കിട്ടിയമ്മേ, സംഗതി കിട്ടി. പവിത്രൻ എവിടെ? അവൻ രാവിലെ ഏതോ സംഗതി പരിഹരിക്കാൻ പോയതാന്നാ തോന്നുന്നത്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ അമ്മയെ കാണാൻ കൂടിയാ വന്നത്. എന്നെ കാണാനോ? ആ, നമ്മുടെ പവിത്രന്റെ ഒരു ആലോചന എടുത്ത് കാണിക്കടാ. എങ്ങനെയുണ്ട്? നല്ല മുഖശ്രീയുള്ള കുട്ടി. അതെ. ആ, വീട് മൊത്തം ശ്രീയാ. അച്ഛന്റെ പേര് ശ്രീധരൻ, അമ്മയുടെ പേര് ശ്രീമതി ടീച്ചർ. മന്ത്രിയോ? അയ്യേ, അതല്ല. പിന്നെ ഒരേ ഒരു അമ്മാവനുള്ളത് ശ്രീകണ്ഠൻ. പക്ഷെ പെണ്ണിന്റെ മുഖത്ത് ശ്രീ ഉള്ളത് കൊണ്ട് പേരിനകത്ത് ശ്രീ വേണ്ടെന്ന് അവരങ്ങ് തീരുമാനിച്ചു കാണും. അതുകൊണ്ടായിരിക്കും രാധികാന്ന് മാത്രം ഇട്ടത്. അമ്മയ്ക്ക് നിർബന്ധമാണെങ്കിൽ പവിത്ര ശ്രീ എന്ന് വിളിച്ചു. അപ്പൊ നമുക്ക് എപ്പോഴാണ് ഉറപ്പിക്കുന്നത്? എനിക്ക് മാത്രം ശ്രീ തോന്നിട്ട് കാര്യമില്ലല്ലോ, അവനും കൂടെ തോന്നണ്ടേ? അല്ല, ഈ പവിത്രനെ നമുക്ക് എവിടെ ചെന്നാ കാണാൻ പറ്റും? പവിത്രൻ എവിടെയുണ്ടെന്ന് അറിയണമെങ്കിൽ ഇര തേടി ഇറങ്ങുന്നതിന് മുമ്പ് അവനെ പൊക്കണം. ആരെ? ഓമനക്കുട്ടനെ. ഓ, ആംബുലൻസ് വിളിച്ചപ്പാടിന്റെ വീട്ടിലേക്കാണല്ലോ പോകുന്നത്. ഭഗവതി, ചതിച്ചല്ലോ. എന്താണാ പറ്റിയത്?
ഓമനക്കുട്ടാ, ഓമനക്കുട്ടാ, എന്റെ പൊന്നു മോനെ, ഇതൊന്ന് തുറക്ക്. എനിക്ക് എന്റെ മോനെ ഒന്ന് കാണണം. മോനെ ദേവി, എന്താ പറഞ്ഞ പ്രശ്നം? എന്തിനാ കരയുന്നത്? ആ പ്രശ്നം എന്താന്ന് അറിയാൻ വേണ്ടിട്ടാണ്. ഒന്ന് തുറക്കടാ, ഒന്ന് തുറക്കടാ. നിങ്ങൾ ഇതുവരെ ഇത് കണ്ടിട്ടില്ലേ? മോനെ ഓമനക്കുട്ടാ, ഇതിനൊന്നും കാണാനില്ലല്ലോ. കേറി കാണും. അല്ല ഭാർഗവേട്ടാ, ഓമനക്കുട്ടനൂടെ ഇല്ലേ? അവൻ ഇന്നലെ രാത്രി ഇവിടുന്ന് പോയതാ. നേരം വെളുത്തപ്പോ ഈ വണ്ടി ഇങ്ങനെ ലൈറ്റ് ഇട്ട് വരുന്ന കണ്ടപ്പോ എന്റെ നെഞ്ചൊന്ന് കാളി. ഓമനക്കുട്ടന് അത്യാവശ്യമായിട്ടൊന്ന് കാണണം. ഞങ്ങള് പവിത്രനെ അന്വേഷിച്ചിറങ്ങിയതാ. പവിത്രനെ അന്വേഷിച്ച് ഇങ്ങോട്ടാണ് വരുന്നത്. അവനെ അവന്റെ വീട്ടിൽ പോയി അന്വേഷിക്കാണ്ട് ഇവിടെ വന്ന് എന്തിനാ അന്വേഷിക്കുന്നേ? ഞങ്ങൾ പവിത്രന്റെ വീട്ടിൽ നിന്നാണ് വരുന്നത്. അവൻ അവിടെ ഇല്ല. ഇനി അവൻ എവിടെ ഉണ്ടെന്ന് അറിയണേ തന്നെ ഓമനക്കുട്ടൻ വിചാരിച്ചാലേ നടക്കൂ. ഞാൻ പുലർച്ചെ പോകുന്നവരെ അവനോട് എത്തിയിട്ടില്ല. ഇനി ആ ചായ്പിലെങ്ങാനും കിടന്ന് ഉറങ്ങുന്നുണ്ടെങ്കിൽ അവൻ എഴുന്നേപ്പിക്കാൻ ഒരു വഴിയുണ്ട്. ഈ വഴിയാണോ? ഓമനക്കുട്ടാ, എടാ ഓമനക്കുട്ടോ, എടാ നിന്നെ കാണാൻ ദാ കുറച്ചു പേര് വന്നിരിക്കണു. നീ കാശ് കടം വാങ്ങിയവരെന്നാ പറയണേ. വാങ്ങിയ പണം തിരിച്ചു കൊടുത്തില്ലെങ്കിൽ അവര് നിന്നെ കൊണ്ട് പോകുള്ളൂന്നാ പറയുന്നേ. വൃത്തികെട്ട തന്ത, സ്വന്തം മകനെ കടക്കാരിക്ക് കാണിച്ചു കൊടുക്കുന്ന നീചൻ. എനിക്ക് ഈ നാട്ടിലെ ഇഷ്ടമില്ലാത്ത രണ്ട് കാര്യങ്ങളുള്ളൂ. ഒന്ന് കടം ചോദിച്ച കാശ് തരാത്ത ആൾക്കാരെയും, രണ്ട് കടം വാങ്ങിച്ച പൈസ തിരിച്ചു ചോദിക്കുന്ന ആൾക്കാരെയും. ഞാനൊന്ന് നോക്കട്ടെ പണിയെടുക്കാണ്ട് ഇവിടെ ജീവിക്കാൻ പറ്റുമെന്ന്. ഇനി ഞാനൊരു നിമിഷം ഇവിടെ നിൽക്കൂല. ഏതായാലും ഇവിടുന്ന് മുന്നേക്കാം. തന്തയും കൊള്ളാം മുന്തയും കൊള്ളാം. ഇപ്പൊ അവനകത്തുണ്ടെങ്കിൽ പുറകേശത്തെ വാതിൽ തുറന്ന് അതിലേ അവനല്ല പോയത്, ഇവനാ ഇപ്പൊ പോയത്. ഞാനിങ്ങ് വന്നു. ഓമനക്കുട്ടായത് ഞങ്ങളാ, പങ്കനും പൊന്നനും. പേര് പറഞ്ഞിട്ട് പറ്റിക്കാൻ നോക്കണ്ട. ഇനി ഞാൻ നിക്കണമെങ്കിൽ എവിടെയെങ്കിലും ഇടിച്ചു നിൽക്കണം. എന്നൊന്നും ചെയ്യല്ലേ. ഞാൻ കടം മേടിച്ചാ കൊടുക്കാത്ത അസോസിയേഷന്റെ പ്രസിഡന്റാണ്. ഞാൻ നിങ്ങളുടെ കാശ് തന്നാലും അസോസിയേഷൻകാരെന്നെ തല്ലിക്കൊല്ലും. തന്നില്ലെങ്കിൽ നിങ്ങളെന്നെ ഞെക്കിക്കൊല്ലും. ജനിച്ചാലെന്തായാലും മരിച്ചേ പറ്റൂ. ആ മരണത്തിന്റെ അവധി നിങ്ങളായിട്ട് 1 മാസം കൂടി എനിക്ക് നീട്ടി തന്നെ ചേട്ടന്മാരെ. ഇത് ഞങ്ങളാ. എടാ ഞങ്ങളാടാ. അത് ശരി. അയ്യ നിങ്ങളായിരുന്നു തന്നെ ഇട്ട് ഓടിച്ചത്. കാലത്തെ വെറുതെ ഒരു ഓട്ടം വേസ്റ്റാക്കി. നീ തന്നൊരു വേസ്റ്റ് അല്ലേ? എടാ പവിത്രൻ അവിടെ ഉണ്ട്. അത്യാവശ്യമായിട്ട് അവനൊന്ന് പൊക്കണമല്ലോ. എന്താ വല്ല പ്രശ്നം പരിഹരിക്കാനാണോ? ആ പ്രശ്നം തന്നെയാ. പക്ഷെ നാട്ടുകാരുടെ അല്ല, അവന്റെ സ്വന്തം പ്രശ്നം. എന്റെ അറിവിൽ അവര് പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. നിന്റെ പ്രശ്നങ്ങൾ തന്നെ തീർക്കാൻ അവന് സമയമില്ല. പിന്നെ അങ്ങനെ അവന്റെ പ്രശ്നങ്ങൾ നീ അറിയണേ. അതും ഒരു പ്രശ്നമാണല്ലോ. എടാ അവനെ കൊണ്ട് പെണ്ണ് കെട്ടിക്കുന്ന കാര്യം പവിത്രനെ കൊണ്ട് പെണ്ണ് കെട്ടിക്കാനാ? നല്ലൊരു ചെറുപ്പക്കാരൻ സ്വസ്ഥമായിട്ട് ജീവിക്കണ നിൽക്കുന്ന സൈക്കിളില്ലല്ലേ? എന്തായാലും ഞാനിതിന് കൂട്ടിക്കൂല. ഇതിനു മുമ്പും അവനെ കൊണ്ട് പെണ്ണ് കെട്ടിക്കാൻ നിങ്ങൾ നടന്നല്ലേ? എന്നിട്ട് എന്തായി? നീ കൂട്ടി നിൽക്കണ്ട, ഞങ്ങള് കൂട്ടി നിന്നോളാം. അവൻ എവിടെയുണ്ടെന്ന് വേഗം പറ. പറഞ്ഞില്ലെങ്കിൽ പറയാലോ. പക്ഷെ അവൻ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എന്റെ കാര്യങ്ങളൊക്കെ പിന്നെ നിന്റെ കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം. കൂട്ടുകാരനാണ് പോലും കൂട്ടുകാരൻ. ഒന്ന് വേഗം പറയടാ ഓമനക്കുട്ട, അവൻ ഏത് പ്രശ്നം പരിഹരിക്കാൻ പോയതാ? ഒരു അതിർത്തി പ്രശ്നമാണെന്നാ ഇന്നലെ രാത്രി എന്നെ കണ്ടപ്പോ പറഞ്ഞത്. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി പ്രശ്നമാണ്. ഏതാണ്ട് അതുപോലത്തെ ഒരു അതിർത്തിയാ. പറഞ്ഞു തീർന്നില്ലെങ്കിൽ തല്ലി തീർക്കേണ്ടി വരുമെന്ന പൗത്രം പറഞ്ഞേക്കണത്. അങ്ങോട്ട് വലിച്ചുപിടി. 1/2 ഇഞ്ചോ 1/4 ഇഞ്ചോ അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ മാറിപ്പോയാ പ്രശ്നാവും. അതെ, 1/2 ഇഞ്ച് പോയിട്ട് 1/4 കഴഞ്ച് ഭൂമി പോലും അവന് കൊടുക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഞാനേ വലിയെത്താനാ. വല്യത്താൻ കഴിഞ്ഞു പോയിട്ട് 0.01 പോലും. വല്യത്താനെന്ന് എന്റെ ഈ വലിയേട്ടന്റെ അതിരിനപ്പുറത്തേക്ക് പോയാലുണ്ടല്ലോ, ചങ്ങല പിടിക്കുന്ന ആഫീസറെ അവൻ കഴിഞ്ഞാൻ പറ്റും. പറയുന്നതേ ഈ ചെറിയത്താനാ. മാറി വസ്തു വീതം വെക്കുന്നതിന് മുമ്പേ വേറൊരു വീതം വയ്പ് കൂടി നടത്താനുണ്ട്. നമ്മുടെ തന്തയുടെയും തള്ളയുടെയും വീതം വയ്പ്. രണ്ടിനെ ഒന്നിച്ചു പോറ്റാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. 2-ൽ 1 നീ കൊണ്ടുപോക്കോടാ. ഏതിനെ വേണോടാ നിനക്ക്? വാവടുക്കുമ്പോ വലിക്കുന്ന ഈ തന്തയോ അതോ ഈ അലവലാതി തള്ളയോ? തന്തയും തള്ളേ നീയും എടുത്തോടാ വല്യേട്ടാ. എന്റെ ഭൂമിയിൽ അവരെ കുഴിവെട്ടി അടക്കിയാൽ എന്റെ ഭൂമിക്ക് വില കിട്ടുകയല്ല. കാലാവധി കഴിഞ്ഞ പുരാവസ്തുക്കള്. അങ്ങനെ അങ്ങോലത്തണ്ട. 2-ൽ 1 നീ കൊണ്ടുപോക്കണം. ഇവറ്റകളി ചത്താലേ എന്റെ പറമ്പിൽ നിന്ന് 1 മാവേ വിട്ടു. 1 മാവ് നിന്റെ പറമ്പിൽ നിന്ന് നീ വെട്ടിക്കണം. എന്നാ പിന്നെ വഴിവുള്ള തന്ത നീയും എടുത്തു. എന്റെ മക്കൾ കഴിക്കാനുള്ള കാശെടുത്ത് നിങ്ങളുടെ ചികിത്സയ്ക്ക് വേണ്ടി ചെലവഴിക്കാൻ എനിക്ക് മനസ്സില്ല. എങ്കിലൊരു കാര്യം ചെയ്, 2 സെന്റ് സ്ഥലം കൂടുതൽ എടുത്തിട്ട് കൊണ്ടുപൊക്കോടാ ഇരിക്കപ്പണ്ടങ്ങളെ. എനിക്കും എന്റെ കുടുംബത്തിനും പറ്റത്തില്ല ഇവറ്റകളുടെ തീട്ടവും മൂത്രവും കുറെ.
കാപ്പിയുടെ മണം ഇപ്പോഴും കാണും ഈ അച്ഛന്റെ അമ്മയുടെ ഒക്കത്ത്. നിങ്ങൾക്കൊന്നും വേണ്ടെങ്കിൽ ഇങ്ങ് തന്നേക്കടോ. ഈ അച്ഛനും അമ്മേനും ചങ്ങമ്പുഴ പവിത്രം പൊന്നുപോലെ നോക്കും. അത് അച്ചിട്ട പോലെ 10 തരാ. എന്റെ അമ്മേ, അച്ഛനും എന്റെ കൂടെ പോരുന്നോ? വേണ്ട മോനെ, കണ്ണടയും വരെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊതി തീരും വരെ കണ്ടിരിക്കാനാ ഈ അച്ഛനും അമ്മയും ആഗ്രഹിക്കുന്നത്. എന്തു പറഞ്ഞാലും അവര് ഞങ്ങളുടെ മാത്രം മക്കളല്ലേ. കേട്ടല്ലോ, നിങ്ങളൊക്കെ ഭൂമി മലയാളം കാണിച്ച അച്ഛന്റെ വാക്കുകള്. ഭൂമിക്ക് വേണ്ടി 1.5 സെന്റിനും വേണ്ടി കടിപിടി കൂടുന്ന നിങ്ങളെ ഏതോ ഒരു കർക്കിടക മാസത്തിൽ ഇവരൊന്ന് കെട്ടിപ്പിടിച്ച് പോയതിന്റെ ഫലമാണോ? എന്റെ അച്ഛ അമ്മ അന്നുണ്ടായിരുന്നല്ലേ കുടുംബാസൂത്രണം? അതൊന്ന് പ്രയോഗിച്ചായിരുന്നെങ്കിൽ ഇതുപോലുള്ള അസുര വിത്തുകളുടെ തല കാണായിരുന്നോ? വലിയത്താനെ ചെറിയത്താനെ തന്തേനും തള്ളനും ദയിപ്പിക്കാനുള്ള മാവിന്റെ വീതി വിസ്താര കണക്കെടുക്കുന്ന നിങ്ങൾ അടക്കം ചെയ്യാനുള്ള മാവ് മുറിക്കാൻ എടുക്കട്ടെ ചെങ്ങമ്പുഴ പവിത്രം കോടാലി. എടുക്കട്ടോ. തന്തയും തള്ള ആഞ്ഞൊന്ന് പരിശ്രമിച്ച 15ഓളം കുട്ടികളുണ്ടാവും. പക്ഷേ ഒരു മകനോ മകൾക്കോ ജന്മത്തൊരു തന്തയും തള്ള മാത്രമേ കാണൂ. അത് വലിയത്താൻ ഓർത്തണ്ടോ? ഹോ, നന്നായി. ഒരു അച്ഛനും അമ്മയും എന്തായിരുന്നു എന്ന് മക്കള് മനസ്സിലാക്കുന്നതേ അവര് മാതാപിതാക്കളായി തീരുമ്പോഴാ. തനിക്കും ജനിച്ചിട്ടല്ലേ ചെറിയ തന്നെ 2 ആമ്പിള്ളേര്. വയസ്സാങ്കാലത്ത് തനിക്ക് മാവ് വെട്ടാൻ പോണതേ ഈ മൂത്തവനോ അത് ഇളയവനോ? ആരെ മക്കളെ? പിന്നെ പൊളിക്കും. മാവട്ടനെ വേറെ ആളെ വെക്കണം. അച്ഛന്റെ അടിയന്തരത്തിന് ഞങ്ങള് മലമ്പുഴ ഡാം കാണാൻ പോവല്ലോ. മോനോ? എനിക്ക് ഇഡലിയും സാമ്പാറും മതി. ഇഡലിയും സാമ്പാറും മതി. എന്ത് മനസ്സിലായി? മനസ്സിലായി. അപ്പൊ എന്താ തീരുമാനം ചെറുതിന്റെയും വലുതിന്റെയും? അപ്പോ വസ്തു അളക്കണ്ടേ? വേണ്ട സാറേ, അളക്കണ്ട. എന്റെ പൊന്ന് സാറേ, ഇന്ത്യയും പാകിസ്ഥാനായിട്ട് ഇനിവരെ വിഭജിക്കണ്ട. ഇവരിപ്പോ ഐക്യ ജനാധിപത്യ മുന്നണിയായ സ്ഥിതിക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയായി ഞാൻ ദൗത്യം നിറവേറ്റി കേരള രക്ഷ മാർച്ച് ആരംഭിക്കാം. ലാൽ സലാം. എന്താ എനിക്ക് സന്തോഷായില്ലേ? സന്തോഷായി മോനെ. വന്നല്ലോ വനമാല. ആരും ഭയപ്പെടണ്ട. അയ്യപ്പന് പുലിവാഹനം, ഗണപതി കെലിവാഹനം, ഈ വാഹനം എന്റെ വാഹനം, എന്താ പവിത്ര ഇത്? നിന്നെ ഞങ്ങൾ എവിടെയെല്ലാം അന്വേഷിച്ചു. നമുക്ക് ആദ്യം ഇവിടെ അന്വേഷിച്ചാൽ മതി. അവിടെ പോയി അന്വേഷിക്കാൻ പറ്റില്ലല്ലോ. നിങ്ങൾ കഥ പറയടാ. ഞങ്ങൾ അവതരിപ്പിക്കുന്ന കഥയുടെ പേരാണ് ചങ്ങമ്പുഴ പവിത്രൻ. ബാക്കി കഥ അവിടെ പറയാം. നീ വന്ന് വണ്ടിക്ക്. അപ്പൊ ശരി, ഡ്രൈവർ വണ്ടി ശവങ്ങൾ കയറിക്കോളൂ. എടാ, എന്റെ വിവാഹ ജ്യോത്സ്യരാമാവൻ പറഞ്ഞ പോലെ നടക്കുള്ളൂ. എടാ പവിത്ര, നിന്റെ തലയ്ക്ക് ഭ്രാന്താണെങ്കിൽ എന്റെ അമ്മേനെ 2 ഗുളിയെടുത്ത് കഴിക്കടാ. പണ്ടെങ്ങാണ്ടൊരു ജ്യോത്സ്യം നിന്റെ അമ്മേനെ അടുത്ത് എന്തോ കുണു പറഞ്ഞെന്ന് കരുതി. കുണു എന്നല്ല, ഞാൻ വിവാഹം ചെയ്യാൻ പോണ പെണ്ണിലൂടെ എനിക്ക് രാജയോഗം കൈവരുന്നാ. നീ ഇത് കുറെ നാളോണ്ട് പറയണല്ലോ നിനക്ക് രാജയോഗം വന്നു. എടാ, നിന്റെ ജന്മം മുഴുവൻ ഈ നാട്ടുകാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടു തീരും. എടാ, ഈ പൊന്നൻ തന്നെ നിനക്ക് എത്ര ആലോചനകൾ കൊണ്ടുവന്നതാ. കഴിഞ്ഞ ദിവസം തന്നെ ഒരു പെണ്ണിന്റെ ഫോട്ടോ കൊണ്ട് കാണിച്ചില്ലേ? എന്താണ് അവളുടെ പേര്? സുമ. എന്താണ് അവൾക്കൊരു കുറവ്? സ്വത്തില്ലേ, വിദ്യാഭ്യാസമില്ലേ, സൗന്ദര്യമില്ലേ? നിങ്ങൾ ഉദ്ദേശിക്കുന്ന പെണ്ണല്ല ഞാൻ ഉദ്ദേശിക്കണം. അതൊന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. മനസ്സിലായിരിക്കാൻ നീ ഉദ്ദേശിച്ച പെണ്ണതാടാ കള്ളിയങ്കാട്ട് നീല്. എടാ പൊന്നാ, നീ ആ ഫോട്ടോ എടുത്ത് ഇങ്ങോട്ട് കാണിക്ക്. അവന്റെ മനസ്സ് മാറുന്ന ഞാനിപ്പോ കാണിച്ചു തരാം. എടുത്ത് കാണിക്കണ. അവന്റെ കണ്ണു തുറന്നു. അതിന് ഉപയോഗിക്കാനല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞില്ലേ ഇവന് ഇഷ്ടപ്പെടുന്നു. ഇവന്റെ രാജയോഗം ഇതിലൂടെ വന്ന് ചേരും. നീ ഇവളെ കെട്ടണം, നീ ഇവളെ കൊണ്ട് നടക്കണം. അത് ഞങ്ങളുടെ ഒരു ആഗ്രഹമാണ്. ഇവൻ മരിക്കണമെന്നാ? നീ ഒന്നും ഇണ്ടായിരുന്നില്ല. നീ പെട്ടെന്ന് റെഡിയാക്കി. ഇന്ന് തന്നെ ഇവിടെ പോയി കെട്ടണം. നമുക്ക് അവിടെ പോയി കാപ്പി കുടിക്കണം. ഇങ്ങനൊരു ബന്ധം വന്നത് തന്നെ നമ്മുടെ ഭാഗ്യം. ചങ്ങമ്പുഴ പവിത്രനെ പോലൊരു ചെറുപ്പക്കാരനെ ഈ ഭൂമിയിലെന്നല്ല എവിടെയും കിട്ടില്ല. പവിത്രനെ കുറിച്ച് അവൾക്ക് നല്ല അഭിപ്രായ. എത്ര ആലോചനകൾ വന്നതാ. ഇതുവരെ ആരെങ്കിലും വന്നൊന്ന് കാണാൻ പോലും അവള് സമ്മതിച്ചിട്ടുണ്ടോ? ശരിയാ. അല്ല, സമയമായല്ലോ. എന്താ അവരെ കാണാത്തത്? എന്നെ കൊന്നിട്ടാണ് അവരെ കല്യാണം നടത്തുന്നത്. സോറിടാ, നീ ഉറങ്ങിയത് ഞാൻ അറിഞ്ഞില്ല. അപ്പൊ ഞാൻ കൂർക്കം മരിക്കണ കേട്ടില്ലേ? നീ എന്തേലും വലിക്കും. ഒന്ന് പോയിക്കേ. ആംബുലൻസ് വരുന്ന കണ്ടപ്പോ ഞങ്ങളങ്ങ് പേടിച്ചു പോയി. വരൂ. വന്നാട്ടെ. വരണം. നമസ്കാരം. നമസ്കാരം. കുട്ടീടെ ആരാ? ചിറ്റപ്പന. ഒന്ന് ചിറ്റിട്ട് വരാ. ദുപ്പോരാ. അതെ, ഞാൻ ഓമനക്കുട്ടൻ. ചെറുക്കന്റെ അടുത്ത ആളാ. പെണ്ണിന്റെ പേരിൽ 52 സെന്റ് സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞത് ഈ കാണണോ? അതെ. നമുക്കപ്പോ ഈ സ്ഥലമൊക്കെ ഒന്നാണെന്ന് തിട്ടപ്പെടുത്തിയേക്കാം. ഇത് റിട്ടയർഡ് വില്ലേജ് ഓഫീസർ. എല്ലാവരും ഉറക്കങ്ങടി നടക്കട്ടെ അല്ലേ?
ഇടാ ഇവൻ മാമനാന്നും പറഞ്ഞ് വിളിച്ചോണ്ട് വന്നത് ഇപ്പൊ ജാപ്പീസറാന്ന്. ജാപ്പീസർ അല്ലടാ, വില്ലേജ് ആപ്പീസർ. ആ ഇവൻ കുളമാക്കും വാ. എല്ലാത്തിനും അതിന്റേതായ രീതിയുണ്ടല്ലോ. നാണം കെടുത്തരുത്, ഇതിനൊക്കെ ഇനി സമയമുണ്ട്. ഇങ്ങോട്ട് വന്നതാ. വിട്ടെ, എങ്ങനെ വന്നേ? ഇവിടെ നിന്ന് ഒരു സ്വകാര്യം പറഞ്ഞിട്ട് നോക്കിയോണേ. അകത്ത് നടക്കുന്ന ചടങ്ങിൽ എനിക്ക് പങ്കില്ല. അല്ലെങ്കിൽ ചെറുക്കനും പെണ്ണും സംസാരിക്കുന്നത് നമുക്കെന്ത് കാര്യം? അത് മാത്രമല്ല, പൗത്രം പെണ്ണ് കെട്ടിക്കഴിഞ്ഞാൽ എന്റെ സ്ഥിതി നീ ആലോചിച്ചിട്ടുണ്ടോ? ഈ പറമ്പിൽ നിന്ന് 10 തേങ്ങയെങ്കിലും കിട്ടുമെന്ന് ഞാൻ നോക്കട്ടെ, എന്നിട്ട് മതി ഈ കല്യാണം ഉറപ്പിക്കല്. ചേട്ടപ്പാ ഒന്നും ചിറ്റിക്കളിയാവരുത്, അതുകൊണ്ടാവാ. ഇവൻ കുളമാക്കും, എന്തേലും ചെയ്യട്ടെ. അതെ, മൊത്തം 51 സെന്റ് സ്ഥലമേ ഉള്ളൂ. 51? 52 സെന്റ് സ്ഥലം ഉണ്ടെന്നോട്ട് ഇപ്പൊ 51 ഒരു സെന്റിലൊക്കെ എന്ത് കാര്യം? ഇനി ഇതുപോലെ ഒരുപാട് സ്ഥലങ്ങൾ എന്റെ പേരിലുണ്ട്. ആ സ്ഥലങ്ങളെ കടന്നു വരുമ്പോഴേ 5ഉം 10ഉം കുറവന്നല്ലേ ഈ കല്യാണം എങ്ങനെ നടക്കും? അതിന് താനല്ലല്ലോ, തന്റെ കൂട്ടുകാരനല്ലേ കിട്ടുന്നത്. സംഗതിയൊക്കെ ശരി തന്നെ, പക്ഷെ അവനെ കെട്ടിക്കുന്നത് തന്നെ എനിക്ക് സുഖമായിട്ട് ജീവിക്കാനാ. അതുകൊണ്ട് എന്റെ അമ്മച്ചിയാണ് ഈ കല്യാണം ഞാൻ മുടക്കും. പവിത്ര വാക്കുകൊടുക്കല്ലേടാ, നമ്മളെ പറ്റിച്ചടാ. എന്നെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? ഇല്ല, കേട്ടിട്ടുണ്ട്. നാട്ടുകാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പോകുന്ന ആളല്ലേ? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ചോദിച്ചോ. എന്നെ കെട്ടിക്കഴിഞ്ഞ നാട്ടുകാരുടെ പ്രശ്നം പരിഹരിക്കാൻ പോകുമ്പോ എന്റെ കാര്യം മറന്നു പോവോ? നാടും വീട് ഈ പവിത്രന് ഒരുപോലെയാ. ഒരാപത്ത് വന്നാ എന്നെ ഒന്ന് വിചാരിച്ചാ മതി, മരിച്ചില്ലെങ്കിൽ ഞാൻ അവിടെ എത്തും. ഇങ്ങനൊരാളെ കുറിച്ച് ഞാൻ ചെറുപ്പത്തിലെ കേട്ടിട്ടുണ്ട്. അതാരാ? പൂമ്പാറ്റിലെ കബീഷ്. തമാശകള്. ഫിനിഷിംഗ് പോയിന്റിൽ എത്തിയെന്നാ തോന്നുന്നത്. എന്റെ ചക്കൻ ചങ്കമ്പുഴ ഭഗവതി, ഈ പെണ്ണിനെങ്കിലും അവന് ഇഷ്ടപ്പെടണേ. എന്തിനാ ഒരു കാര്യം പറയണ പൗത്ര? നീ ഒന്നും പറയണ്ട, പറയാനുള്ളതൊക്കെ അവൻ അവളോട് രഹസ്യമായിട്ട് പറഞ്ഞോണ്ടിരിക്കുക. ഇപ്രാവശ്യം നമ്മളെ പവിത്ര സുമംഗലനായടാ. ദേ നോക്കി, ദൈവമേ, ഇതിനിടയിൽ അവൻ അതും സാധിച്ച. സുമംഗലൻ എന്ന് പറഞ്ഞു കൊടുക്കണം. എടാ മണവാളനായിരുന്നു, ചങ്ങമ്പുഴയുടെ മണവാളൻ. ഇറങ്ങി. പവിത്ര, എന്താ? എനിക്കറിയില്ലായിരുന്നു മോനെ. എന്തെങ്കിലും ഒരു സൂചന കിട്ടിയിരുന്നെങ്കിൽ ഒരിക്കലും ഞാനിതിന് കൂട്ടി നിൽക്കില്ലായിരുന്നു. മോൻ പൊറുക്കണം. പവിത്രനെ തരാൻ മോൾ എഴുതി വെച്ച കത്ത. സാരില്ല, പോട്ടെ. ഒരു കണക്കിന് നടക്കാതെ പോയ നന്നായി അമ്മേ. കെട്ടിക്കഴിഞ്ഞിട്ടായി പെണ്ണ് പോയിരുന്നെങ്കിലോ? പെണ്ണിനെ കാണാതെ പോയ പ്രശ്നം, പിന്നെ ആ പെണ്ണിനെ കണ്ടുപിടിക്കുന്ന പ്രശ്നം, അങ്ങനെ പ്രശ്നങ്ങൾ കൂമ്പാരമായി കഴിയുമ്പോ പ്രശ്നം വെച്ചു കഴിഞ്ഞാൽ തന്നെ ഈ പ്രശ്നത്തിന്റെ പ്രശ്നമല്ല ഈ പ്രശ്നം. ഓ, ഞാനിപ്പോ പറഞ്ഞ പ്രശ്നമായി പോയി. 52 സെന്റ് സ്ഥലത്തിന്റെ കാര്യം നോളെ പറഞ്ഞപ്പോഴേ ഞാൻ കരുതാ നമുക്ക് പറ്റി ബന്ധമല്ലെന്ന്. എന്തോല്ല ആദ്യം ഉണ്ടെന്ന് പറയാ, പിന്നില്ലെന്ന് പറയാ. ഇതെന്താണ് ഗർഭോ? എന്നാലും നല്ലൊരു കുട്ടിയായിരുന്നു. അതുകൊണ്ടാണല്ലോ കല്യാണത്തിന് അന്ന് തന്നെ വിളിച്ചോടി പോയത്. നിർത്തി. ആ കുട്ടി എന്തിനു കുറ്റം പറയണേ? അവൾക്ക് ഇഷ്ടമുള്ള ഒരുത്തന്റെ കൂടെ അവള് ജീവിക്കാൻ ഇറങ്ങിപ്പോയി. ഇതിപ്പോ ഒരു പുതിയ സംഭവം അല്ലല്ലോ. ഞങ്ങൾക്ക് ഇതൊരു പുതിയ സംഭവം തന്നെയാ. അന്ന് എന്തുവായിരുന്നു മച്ചിന്റെ മോളില് കൊഞ്ചലും കുഴയലും വളരെ അളവെടുക്കലും. അപ്പോഴെങ്കിലും അവൾക്ക് പറയായിരുന്നില്ലേ, അളവെടുക്കാൻ വരട്ടെ, എനിക്കൊരാളുമായിട്ട് അടുപ്പമുണ്ട്, ഞാൻ അയാളെ മാത്രമേ കല്യാണം കഴിക്കോളൂന്ന്. അവൾക്ക് ഒരാളിന്റെ കൂടെ പോണെങ്കിൽ കല്യാണ ദിവസം തന്നെ പോണമെന്നുണ്ടായിരുന്നു. അതിനു മുമ്പേ ആയിക്കൂടെ? എന്റെ മോന്റെ വിധി, അല്ലാണ്ട് എന്താ പറയാ. അമ്മ ഈ കാര്യത്തെ പറ്റി സംസാരിക്കണ്ട. എനിക്കിട്ട് പെണ്ണ് അന്വേഷിക്കും വേണ്ട.
എല്ലാത്തിനും ഒരു സമയം അമ്മേ. നീ ഇതാ പന്തലുകാരന്റെ കാശ് കൊടുത്തേ. കണക്കിന് പോയി കഴിഞ്ഞാലേ പ്രകടനായിട്ട് ഇവിടെ ഒരു പന്തലിടേണ്ടി വരും. എന്റെ അമ്മേ, വിശന്നിട്ട് വയറ് കരിഞ്ഞിട്ടും മേല പറയാണ്ട് മുണ്ട് അഴിയാനും തുടങ്ങി. വാള് കടന്ന് പൊളയേ. പവിത്ര അങ്ങോട്ട് മാറല്ലേ വലിയടാ. അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ എന്ന് ഇന്നറിയാം. എന്താടാ നിന്റെ ജാതകത്തിലെ രാജയോഗം ശരിയാണോ അല്ലയോ എന്ന് ഇന്നറിയാം. കോവിലകൻ തമ്പുരാൻ നമ്മളെ നാട്ടിലും എത്തിയടാ. ആ നിനക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലേ? തമ്പുരാനെ കാണാൻ നമ്മൾ എവിടെയെല്ലാം പോയതാ. എന്നിട്ട് കണ്ടോ, ഇപ്പതേ തമ്പുരാൻ നമ്മുടെ മുന്നിൽ വന്ന് പ്രത്യക്ഷപ്പെട്ടു. മരമറക്കാൻ വേറെ ആളെ വെക്കടാ, പിശിക്ക. എന്നിട്ട് വേഗം പോയി റെഡിയാവും. വിവാഹം കഴിക്കുന്ന സ്ത്രീയിലൂടെ രാജയോഗം വരുമെന്ന് തന്നോടാരാ പറഞ്ഞേ? പിഷാരടി ജോത്സരാ, അമ്മയുടെ വകയിലൊരു അമ്മാവനായിട്ട് വരും. എന്നിട്ടെന്തേ, രാജയോഗം വന്നുവോ? വന്നില്ല എന്ന് മാത്രമല്ല, വെറുതെ യോഗം കൂടി നടക്കുന്നതല്ലാതെ വേറൊരു യോഗവും ഞങ്ങൾ ഇതേവരെ കണ്ടില്ല. വന്ന പല നല്ല കല്യാണാലോചനകളും ഓരോ കാരണം കൊണ്ട് മുടങ്ങി പോവാ. മുടങ്ങി പോയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. താൻ വിഷമിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. പിഷാരടി ജോത്സ്യര് പറഞ്ഞതുപോലെ തന്റെ വിവാഹം നടക്കും, രാജയോഗവും വന്നു ചേരും. പക്ഷെ താൻ വിചാരിക്കുന്നത്ര എളുപ്പത്തിൽ അതൊന്നും നടക്കില്ല. ഞാൻ കണ്ട ജാതകങ്ങളിൽ വെച്ച് വളരെ വിചിത്രമായ ജാതകമാണ് തന്റേത്. തന്റെ ജന്മം കൊണ്ട് മറ്റുള്ളവർക്കേ ഉപകാരം ഉണ്ടാവൂ. സ്വന്തം ജീവിതത്തിൽ ഒരു നല്ല കാലം വരാൻ താൻ കുറെ ബുദ്ധിമുട്ടേണ്ടി വരും. പക്ഷേ തന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പെൺകുട്ടി, അവള് തന്നെയായിരിക്കും തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വത്ത്. പക്ഷെ ആ പെൺകുട്ടി ഒരു വിധവയായിരിക്കും. കന്യകയായ വിധവ. തന്റെ ഇനിയുള്ള അന്വേഷണം ഇതിനു വേണ്ടിയാവണം. ഈ വിധവയായ കന്യകയെന്ന് എന്തെങ്കിലും ഒരു മാറ്റം വരുത്താൻ പറ്റുമോ? അയ്യോ, ഇന്നത്തെ കാലത്ത് ഇങ്ങനെ ഒരു പെൺകുട്ടിയെ എങ്ങനെ കണ്ടെത്താനാ? ഇതൊരു മാതിരി മറ്റടുത്ത പരിപാടിയായി. മറ്റന്ന പരിപാടി ഉണ്ടെന്ന് പറയായിരുന്നു. അതെ, അല്ല ജോത്സ്യരുടെ അറിവില് വിധവയായ കന്യകൾ ആരെങ്കിലും ഉണ്ടോ? എഴുന്നേൽക്ക, പുറത്തേക്ക് ഇറങ്ങാ. എന്താ ജോത്സ്യർ അങ്ങനെ പറയണേ? ഇങ്ങോട്ട് വരുമ്പോ മതിലൊരു ബോർഡ് എഴുതി വെച്ചിരിക്കണത് കണ്ടോ? എന്താ അതിൽ എഴുതി വെച്ചിരിക്കണത്? ജോത്സ്യൻ കോവിലകൻ തമ്പുരാനെന്ന്. അല്ലാതെ ബ്രോക്കർ ഗോവിന്ദൻകുട്ടിന്നല്ലോ. അല്ല, ഞാൻ അറിവില്ലായ്മ കൊണ്ട് എന്തെങ്കിലും. താൻ വിഷമിക്കണ്ട. സമയമാവുമ്പോ താൻ അറിയാതെ തന്റെ മുന്നിൽ അങ്ങനെ ഒരു പെൺകുട്ടി അവതരിച്ചോളും. പിന്നെ തന്റെ ഒരു സമാധാനത്തിന് വേണ്ടി ഒരു കാര്യം പറയാം. വെള്ളവസ്ത്രം ധരിച്ച ഏതൊരു സ്ത്രീയെയും പിന്തുടരുക. എന്നുവെച്ച് അബദ്ധങ്ങളിൽ ചെന്ന് ചാടരുത്. അതും കാണുന്നുണ്ട്. കുടിക്കണ നേരത്ത് മുന്നിൽ വന്ന് സൊപ്പിട്ട് പാത്തവനെ കൊണ്ടെടുത്തിട്ട് ഇതെന്താ പേത്ത് പെയിന്റ് അടിക്കണം പറഞ്ഞവനെ. എന്താ പിള്ളേര് പടക്കം പൊട്ടിക്കണേ? അത് ഇവിടുത്തെ പിഴച്ച പിള്ളേര് ഞാൻ കുളിക്കുന്ന കണ്ടിട്ട് പടക്കം പൊട്ടിക്കുന്നതാണ്. വർഷത്തിലെ ഒരിക്കലല്ലോ കുളി. കുളിക്കാതെ ജീവിക്കാൻ പറ്റുമെന്ന് ഞാൻ ഒന്നും നോക്കാം. നീ എന്താ പൊട്ടം ബേക്കറി ചിരിക്കും. അവൻ ചിരിക്കും. അവൻ അറിയാം പവിത്രന്റെ കല്യാണം നടക്കൂലെന്ന്. ഈ കല്യാണം നടക്കാതിരുന്നാലല്ലേ അവന് പുറകെ നടന്ന് ഓസടിക്കാൻ പറ്റുള്ളൂ. അതേടാ, ഞാൻ ഓസടിക്കോടാ. എടാ പവിത്ര, ജോലിച്ച് പറഞ്ഞ പോലെ നിനക്ക് കന്യകയായ വിധവനെ തന്നെ കിട്ടോടാ. കിട്ടും. ഇമ്മണി ഞൊട്ടും. ആരും ഞൊട്ടും വേണ്ട, മുട്ടും വേണ്ട. എന്താ സംശയം? എനിക്ക് ഇപ്പോഴല്ല മനസ്സിലായത്. ഇത്രയും നാൾ എനിക്ക് വന്ന ഓരോ കല്യാണ കാര്യങ്ങൾ മുടങ്ങിപ്പോയതിന്റെ കാര്യം എനിക്ക് ഉറപ്പാ. ഞാൻ കണ്ടെത്തും എന്റെ കന്യകയെ. പക്ഷേ നിങ്ങളുടെയൊക്കെ സഹായം ഇല്ലാതെ നടക്കില്ല. ഏതായാലും നാളെ മുതൽ ഇവനൊരു പണിയായല്ലോ. നടക്കട്ടെ. പവിത്ര, നിന്റെ അടുത്തൊരു കാര്യം പറയാൻ മറന്നു. നാളെ ഒരു ബോഡി കൊണ്ടുപോകാൻ. എവിടെന്നാ? ലക്ഷ്മി ഹോസ്പിറ്റലിൽ. കുറച്ചു മുമ്പ് അറ്റൻഡർ ഉണ്ണി വിളിച്ചു പറഞ്ഞു. ഓടാ അവിടെ നിന്ന്. കുളിക്കുമ്പോ നല്ല അന്തസ്സായിട്ട് മുങ്ങി കുളിക്കണം. ഹലോ, നിങ്ങൾ എവിടെ എത്തി? ഞങ്ങളിപ്പോ ടൗണിലെത്തി. ടൗണിലെവിടെ? മാർക്കറ്റിനടുത്ത്. എന്താ കാര്യം ചോദിക്കടാ? കാര്യം എന്താന്ന് പറ. എടാ, നിങ്ങൾ വേഗം ഇടവിട്ട് മെഡിക്കൽ ഷോപ്പിന് അങ്ങോട്ട് വാ. ബാക്കി കാര്യങ്ങളൊക്കെ വന്നിട്ട് പറയാം. അതെ. ഹലോ, എന്തോ ചേട്ടാ?
കാശ് തീർന്നു പോയി. ഇതിനകത്ത് കാശ് കുറവായിരുന്നു. നിന്നെ വലിച്ചു പൊട്ടിക്കല്ലേ? എന്താടാ എന്ത് പറ്റി? പറയാം. എന്താ പ്രശ്നം? പ്രശ്നമൊന്നുമില്ല. അത് കണ്ട അത് എന്റെ പ്രശ്നം. എങ്ങനെയുണ്ട് എന്റെ സാങ്ഷൻ? സാങ്ഷൻ അല്ല, സെലക്ഷൻ. കൊള്ളാല്ലേ? നീ മിടുക്കം തന്നെ. വിധവ 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 വിധവ് ഗാർമെന്റ്സ്. കണ്ടില്ലേ, നമ്മൾ അന്വേഷിച്ചിരുന്ന വിധവകൾ മാത്രം പണിയെടുക്കുന്ന ഒരേ ഒരു സ്ഥാപനം. നീയും പൊന്നനും കൂടി ആദ്യം പോയി സംസാരിക്കേ, എന്നിട്ട് എല്ലാം ഓക്കെ ആയതിനു ശേഷം എന്നെ വിളിച്ചാ മതി. അപ്പൊ ഞാൻ വന്നോളാം. പിന്നെ ഒരു കാര്യം, പോകുന്നത് പാർക്കിലേക്കല്ല തുണിക്കടയിലേക്കാ. എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കാം. സമ്മതം വാങ്ങിക്കാലോ. അതല്ലടാ, അവിടെ വിൽക്കാൻ വെച്ചിരിക്കുന്ന തുണികളാ. എനിക്കില്ലാത്തത് എന്താ വിവരം? അതല്ലടാ, എനിക്ക് ഇടാനില്ലാത്തത്. ഇവൻ ഇതുവരെ സാധാരണ ഇടാത്തത് എന്താ? കെട്ടി. ഇനിയെങ്കിലും അതൊരെണ്ണം വാങ്ങാം. ആ സമയം കൊണ്ട് പൊന്നനകത്ത് പോയി ആ പെണ്ണിന്റെ സമ്മതപത്രം വാങ്ങണം. പവിത്ര, ഈ തലേ കൈ വെച്ചൊന്ന് അനുഗ്രഹിച്ചൂട്ടെ. മരിക്കും വരെ ജീവിച്ചിരിക്കും. പോയിട്ട് വരും, ഞങ്ങൾ ആംബുലൻസ് എടുത്ത് കാണും. ഇത് ഞാൻ റെഡിയാക്കി തരാ. എടാ, ഇവിടുന്ന് പിടിക്കാൻ പോണ പോലെ പോകലടാ. എടാ, ഇപ്പൊ കെട്ടുവാണെങ്കിൽ 6 മാസം കിഴിവ് 10% ഉണ്ടെന്ന്. 10% കിഴിവാ? കൊല്ലി ഞാൻ. ഇത് വിധവകൾ പണിയെടുക്കുന്ന സ്ഥാപനം തന്നെ. അയ്യോ, എന്തോരം വിധവകളാ. പവിത്രന്റെ കന്യക ഇവിടുന്ന് തന്നെ കിട്ടും. കണ്ടിട്ട് കൊതിയായിട്ടും മേല. എടാ, നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ വിധവകളാണെന്നാ തോന്നണേ. ഇങ്ങനെയാണെങ്കിൽ ഞാനും ഒരു വിധവയെ കിട്ടിയാലോ? എടാ, നമ്മൾ പുറത്ത് കണ്ട കന്യകയല്ല നിക്കണത്. അതെ, അത് അവിടെ തന്നെയാ. ഞാൻ അങ്ങോട്ട് പോകാം. ഞാൻ ഇങ്ങോട്ടും പോവാം. നീ എവിടേക്ക്? എന്നിട്ട് നീ പൗത്രന് സിഗ്നൽ കൊടുക്കണം. ഞാൻ അങ്ങോട്ട് പോകാം. ഓക്കെ? ഇത് കൊള്ളാം. പക്ഷേ വിധവയല്ല, കളറാ. എന്ത് വേണം? ഈ സബാരി സൂട്ട് ഉണ്ടോ? ഉണ്ട് സർ. ഈ ബ്രൗൺ കളർ ഓർ ആഷ് കളർ? ബ്ലാക്ക് കളർ ഉണ്ട്. സാറിന്റെ കളറിന് നല്ല മാച്ച് ആയിരിക്കും. കാര്യങ്ങളൊക്കെ ശരിയാവുകയാണെങ്കിൽ പവിത്ര, നല്ലൊരു മുഹൂർത്തമുണ്ട്. കുംഭം 9 തീയതി. കുംഭം 9 തീയതി. അതിന് നീ എതിര് നിൽക്കരുത്. പൈസ തീർന്നു. കയ്യിലൊരു പൈസ ഇല്ല. സാർ, 1 രൂപയുടെ ഒറ്റ കോയിൻ തരാം. അവൻ തന്നെ. എന്തായടാ? എടാ, ഇത് വിധവകളുടെ ഓട്ടോ സ്റ്റാൻഡാന്ന് എനിക്ക് തോന്നുന്നത്. എന്തോരം വിധവകളാ. പെട്ടിക്കട്ട പീസുകള്. ഒരു കൊതിയായിട്ട് പാടില്ലടാ. അത് മാത്രമല്ല, ഞങ്ങളും കൂടി ഓരോ വിധവകളെ കിട്ടിയാലും ആലോചിച്ചു പോവാ. ഇത് കറക്കാൻ വന്നവൻ അമ്മയുടെ പേരെടുത്തു എന്ന് പറഞ്ഞ പോലെ ആയല്ലോ. ഫോൺ വെച്ചിട്ട് പോയി സമ്മതം വാങ്ങടാ. അതേടാ, ഞാൻ അയ്യോ കട്ടായി. ചേട്ടാ, ഒരു 5-6 കോയിനും കൂടെ തരാമോ? ഒരു 5-6 കൊടുത്താ പെട്ടെന്നാ. കുട്ടി, ആക്ച്വലി ഞാൻ വന്നത് ഒരു ടീഷർട്ട് വാങ്ങാൻ വേണ്ടിയാണ്. ഈ ഷർട്ടിന് എന്താ വില? അത് ടീഷർട്ട് അല്ല സാർ, ലേഡീസിന്റെ ടോപ്പാ. ഇത് ഇത് 350 റേഞ്ച് വരും. കുറച്ചുകൂടി താന്നത്. ഇതിന് 250 വരും. ഇതിലും ചീപ്പായിട്ടുള്ളത്. ഒരു മിനിറ്റ് സാർ. ഇറ്റ്സ് ഓക്കേ. ഇത് വീടുന്നാ തോന്നുന്നത്. എടാ പവിത്ര, നീ ഭാഗ്യവാനാണ്. ഓമനക്കുട്ടൻ അവളോട് സംസാരിച്ച് ഡീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ നല്ല സെലക്ഷനാടാ. നിന്ന് ചിരിക്കാതെ വന്ന് സെലക്ട് ചെയ്യടാ. എന്നെ നോക്കുന്ന കോയിനല്ല, കോയിനുണ്ട്. വളരെ ചീപ്പല്ലേ സാറിന് വേണ്ടത്? നോക്കി, ഇത് മതിയോ? ഇതിലും ചീപ്പ് ഇവിടെ നല്ല വേറെ എവിടെയും കിട്ടില്ല. എന്താ വേണ്ടേ? ആക്ച്വലി ഞാൻ ഉദ്ദേശിച്ച അതല്ല. ചോദിക്കണോണ്ടൊന്നും തോന്നരുത്. കുട്ടിയുടെ ഭർത്താവ് മരിച്ചിട്ട് എത്ര വർഷമായി? പറയൂ, പടപോലെ പറയൂ. അല്ല, കല്യാണം കഴിഞ്ഞു വരുന്ന വഴിക്ക് ആക്സിഡന്റ് ആയതാണോ അതോ ആദ്യ രാത്രിക്ക് മുമ്പാണോ? അല്ലെങ്കിൽ പോട്ടെ, ഒരാഴ്ചയോ 2 ആഴ്ചയോ കഴിഞ്ഞാലും പ്രശ്നമില്ല. പറയൂ. ഇനി അഥവാ 3 മാസം കഴിഞ്ഞാലും വിരോധമില്ല. കുട്ടി കന്യകയായിരുന്നാ മതി. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു സ്കോപ്പ് ഉണ്ട്. എന്റെ കൈവശം ഒരു കസ്റ്റമർ ഉണ്ട്. നമുക്കൊന്ന് കൂട്ടി മുട്ടിക്കാന്നേ. കുട്ടിയുടെ സമ്മതം മാത്രം മതി. അല്ല, ഞാൻ വെയിറ്റ് ചെയ്യാം. ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി.
സാർ ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യേ, ഞാനിപ്പോ പറയാം. പവിത്ര ഉറച്ചടാ. എടാ പവിത്ര, ആ കുട്ടി സമ്മതിച്ചെന്ന് തോന്നുന്നു. ആ കുട്ടി മുതലാളിയോട് വന്ന് സമ്മതം ചോദിക്കുന്നുണ്ട്. മാനേജർ ആരെയോ വിളിച്ച് സമ്മതം ചോദിക്കുന്നുണ്ട്. നീ കണ്ടോ? ഞാൻ കണ്ടില്ലടാ. നീയല്ല അവൻ. എടാ എന്റെ രണ്ട് കണ്ടുകൊണ്ട് ഞാനിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നല്ലേ. സാർ, എവിടെ ഇറങ്ങി സ്ലോ മോഷനിൽ പോയാലും ഫസ്റ്റ് SI, പുറകെ കോൺസ്റ്റബിൾസ്. അതാണ് എന്റെ പോർട്ട്ഫോളിയോ. കമാൺ സാർ. സംശയിക്കണ്ട, പൊന്നൻ തന്നെ. ഫസ്റ്റ് മോഷൻ കഴിഞ്ഞു. വാ വാ വാ. എന്നാ പോവാ. ഇവിടെ ഒരു കുഴപ്പമില്ല. അവര് നാളെ വല്ല തുണി കൊടുക്കാൻ വന്നായി. എവിടെ? അവനാണ് സർ. ഫോളോ മീ. ഓമനക്കുട്ടൻ അന്തസ്സായിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്തോണ്ടിരിക്കുമല്ലോ. പറഞ്ഞോളൂ. ആരെ പേടിക്കണേ? ഇതാരാ? നീ ഇന്റർനാഷണൽ സെക്സ് റാക്കറ്റിന്റെ ബ്രാക്കറ്റ്. ഇപ്പൊ വന്ന് സമയവും കാലവും നോക്കാതെ നേരിട്ടായോടാ ബിസിനസ്? അല്ല പിന്നെ സാറേ, ഞാൻ നീ ഒന്നും പറയണ്ട. കോൺസ്റ്റബിൾസ് ഇടിച്ചവന്റെ ബോൾട്ട് അളക്ക്. സാർ ഇപ്പഴങ്ങനെ ചെയ്തുകൂടാ. ഓക്കെ ഓക്കെ. നിനക്കൊക്കെ ഇപ്പൊ വിധവകളാണല്ലോടാ നോട്ടം. ആരാടാ എന്റെ പിന്നിൽ? ആർക്കാണ് എവിടെ വേണ്ടത്? അത് പിന്നെ എന്റെ കൂട്ടുകാരന് വേണ്ടി. ആരാടാ നിന്റെ കൂട്ടുകാരൻ? ആരാടാ നിന്റെ കൂട്ടുകാരൻ? ഇവനും എന്റെ കൂട്ടുകാരൻ. ഞാൻ എന്തിനാ സാറേ എന്നെ പിടിക്കുന്നത്? ഒരു സുഖത്തിന്. എടോ, താൻ ഫോൺ ചെയ്യാൻ വാങ്ങിച്ച പൈസ. ഏത് പൈസ? നീ ഫോൺ വിളിച്ചോടാ. സാർ. എന്നിട്ടെന്താ പൈസ കൊടുക്കാത്ത? പൈസ കൊടുത്തു സാർ. കാശ് എന്നിട്ട് തന്നില്ല എന്ന് പറഞ്ഞു. സാർ, അയാൾക്ക് ഫോൺ ചെയ്യാൻ കാശില്ലെന്ന് പറഞ്ഞിട്ട് എന്റെ മേശ എന്നാ ഞാൻ കോയിൻ എടുത്തു കൊടുത്തത്. ആണോടാ? സാർ. എന്നിട്ടാ കോയിൻ എവിടെ? അതാ ഫോണിലിട്ടു സാർ. പിന്നിപ്പോ ഏത് കോയിന്റെ കാര്യം താൻ പറയാ? സാർ, ഞാൻ കൊടുത്ത കോയിനാണ് സാർ. എടാ, നീ കോയിൻ വാങ്ങിച്ചോ? സത്യമായിട്ട് ഞാൻ മേടിച്ചു സാർ. എന്നിട്ടാ കോയിൻ എവിടെ? കോയിൻ ആ ഫോണിലിട്ടു അല്ല സാർ. സാർ, അത് എന്നെ നിർത്തണോ? ഇട്ടത്, തന്നത്, കൊടുത്തത്. എന്റെ തലയ്ക്ക് ഭ്രാന്ത് പിടിപ്പിക്കരുത്. ഈ ഗുണശേഖര ഒരു ഗുണവും ഇല്ലാത്തവരാണ് ചിലത് പറയുന്നത്. അത് നിങ്ങളായിട്ട് യാഥാർത്ഥ്യമാക്കരുത്. സാർ, എന്റെ കോയിന്റെ കാര്യം. തന്റെ ഒരു കോയിൻ, തന്റെ കോയിൻ, തന്റെ കട, തന്റെ ബൂത്ത്, തന്റെ മുമ്പിൽ വെച്ചല്ലേ തന്റെ കോയിൻ തന്റെ കടയിലെ ബൂത്തിലോട്ട് ഇട്ടത്. എന്നിട്ട് തോന്നിയസം പറയുന്നോട് റാസ്കൽ. ഞാൻ എന്നേ CBI കയറേണ്ടതായിരുന്നു. എങ്ങനെ സാർ? ₹1 കോയിന്റെ പ്രശ്നം ഒരു തുമ്പും ഇല്ലാതെ ഒരു നിമിഷം കൊണ്ടല്ലേ ഞാൻ തെളിയിച്ചു കൊടുത്തത്. ഈ കേസിൽ ഇവര് നിരപരാധികളല്ലേ? പിന്നെ എന്തിനാ സാർ? എടോ, കൂതറ കുഞ്ഞമ്മണി വീണ്ടും ഗർഭിണിയായി. നിങ്ങളൊന്നും ചെയ്യണ്ട, ബാക്കി ഞങ്ങൾ ചെയ്തോളാം. എന്റെ പോക്കറ്റിൽ ഒരു കോയിൻ ഉണ്ടായിരുന്നു. അതെവിടെ പോയി? ആ കോയിനല്ല സാർ വരുന്ന വഴി പള്ളി നേരത്തെ ഇട്ടത്. ഓ, ചർച്ചക്കടയിൽ ചർച്ചിൽ നേർച്ചയുടെ കാര്യം. അമ്പലപ്പറമ്പല്ല നിന്റെ മുച്ചീട്ടുകളി ഞാൻ ഇന്നത്തോടെ അവസാനിപ്പിക്കാവടാ. കളിക്കടാ. അതിനിവിടെ കളിക്കാൻ സ്ഥലമില്ലല്ലോ സാറേ. കളിക്കാൻ സ്ഥലമില്ലെന്നോ? നിന്നെ ഷാർജ സ്റ്റേഡിയത്തോണ്ട് കളിപ്പിക്കാവടാ. സ്ഥലം നിനക്ക് സ്ഥലമാണോ? ആർക്കും വെക്കാം, എപ്പോഴും വെക്കാം, എങ്ങനെ വെക്കാം? 1 വെച്ച് 2, 2 വെച്ച് 4, 4 വെച്ച് 6, ഡയമണ്ട് കാലി, ക്ലാവർ കാലി, 1 വെച്ച് 2, 2 വെച്ച് 4, 4 വെച്ച് 6, 6 വെച്ച് 10. ആർക്കും വെക്കാം, എപ്പോഴും വെക്കാം, എങ്ങനെ വെക്കാം? 1 വെച്ച് 2, 2 വെച്ച് 4, 4 വെച്ച് 6, 6 വെച്ച് 8, 8 വെച്ച് 10. കമ്പോന്നും വിടാൻ പോകുന്നുണ്ട്. ഇന്നലെ ചീട്ടുകളെ തിന്നിട്ട് കാശ് പറ. എന്റെ ഇല്ല സാർ. നിന്റെ ഇല്ല സാർ. ഒരു കാരണവശാലും ആർക്ക് ജാമ്യം കൊടുത്താലും ഇവന് കൊടുക്കരുത്. യവൻ സഞ്ചരിക്കുന്ന ATM മെഷീനാ. കണ്ടില്ലേ, കുത്തിയപ്പോ പണം കോതമംഗലത്തു നിന്ന് വന്നത്. എറോ ഇത് എടുത്താ ക്ലാവർ വെക്ക്. ആർക്കും വെക്കാം, ആർക്കും വെക്കാം, ആർക്കും വെക്കാം. ആർക്കും വെക്കാം. നീലടാ ക്ലാവർ വെക്കാൻ പറഞ്ഞു. പോലീസ്, പോലീസ്, ഓടിക്കോ, ഓടിക്കോ. നമ്മളെന്തിനാ ഓടും? നമ്മളല്ലേ പോലീസ്. ശരിയാണല്ലോ. വരണം വക്കീലെ. കാലൊന്നകത്ത് സാറേ. പല ശിക്ഷയും ഞാൻ കണ്ടിട്ടുണ്ട്. മരിച്ചോ? ഇതെന്ത് ശിക്ഷടാ?
ഇവിടെ ഡ്രസ് കൊടുക്കാൻ അഴിയില്ല എന്ന് പറഞ്ഞ് അഴിയണ്ണാമെന്ന ഞങ്ങളുടെ കഴുത്തിൽ അഴകെട്ടി നിർത്തിയിരിക്കാം. എന്റെ പൊന്നു പവിത്ര, ഞാൻ എന്ത് വേണമെങ്കിലും സഹിക്കാം. ഏമാന്റെ ഈ ഹെൽമെറ്റ് ഒന്ന് നീക്കിയിടാൻ പറ പ്ലീസ്. അയ്യോ, അപ്പൊ പൊന്നൻ അവന് നല്ല പണിയാ കിട്ടിയകത്ത്. ചെന്ന് നോക്ക്. കുട്ടാ, ഈ സാധനം മാറ്റോ? ഇതാണ് ജട്ടി, കണ്ടല്ലോ. ഇനിയെങ്കിലും ഇട്ട് പഠിക്ക്. പങ്കാ ഇവനെ ജീപ്പിൽ കൊണ്ടുവരുമ്പോ വനിതാ പോലീസിനിട്ട് ഇങ്ങനെ തോണ്ടി, അതിനുള്ള ശിക്ഷയാ ഇത്. മിസ്റ്റർ ഗോപാൽ, അല്ല വക്കീൽ, ഒരു കാര്യം മനസ്സിലാക്കണം. ഇവൻ ചെയ്തത് പീഡനമാണ്. അതിന്റെ നിയമവശം ഒരു വക്കീലിനോട് പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട കാര്യമില്ലല്ലോ. ആ പിന്നെ ഇവന്മാരെ സുഖിപ്പിക്കുന്നതിനിടയിൽ ഒരു പാത്രത്തിന്റെ കാര്യം പറഞ്ഞിരുന്നു. പാത്രമല്ല, പവിത്രൻ. ആ, നീയാണോ ആ പവിത്രൻ? സാർ, അത് കള്ളൻ പവിത്രൻ, ഞാൻ പരിഹാരം പവിത്രൻ. നിങ്ങൾ എപ്പോഴും ഇങ്ങനാണോ? എന്താ സാർ? ഒട്ടി നിൽക്കാനോ വിട്ടേക്കടാ. നീയൊക്കെ ശരിക്കും കുസുമഗിരി എന്ന് ചാടി പോന്നവരാന്നോ? എടാ, കന്യകയായ വിധവ എവിടുന്ന് കിട്ടാനാ? ഇനി പേരിലെങ്ങാനും എന്റെ മുമ്പിൽ വന്ന് പെട്ട രണ്ടിന്റെ പുരുഷത്വം ഞാൻ കളയും. കണ്ടടാ, പുരുഷത്വം വകകളെ. അമ്മയെ കൊണ്ട് കാണിക്ക. നീ ഒന്നും പറയണ്ട. എനിക്ക് അറസ്റ്റ് വാറന്റ് വന്നിട്ട് പോലും ഞാൻ പോലീസ് സ്റ്റേഷനിൽ കിടന്നിട്ടില്ല. നിനക്ക് വേണ്ടിയാ ഞാൻ ഇടി കൊണ്ടത് മഴ കിട്ടിയതും. ഇതെങ്ങാനും എന്റെ വെളിച്ചപ്പാട് അറിഞ്ഞ എന്റെ ദൈവമേ കട്ടപ്പോക. അപ്പൊ എന്റെ കാര്യം എന്താ ആരും വരും ഓർക്കത്തെ? ഓർക്കത്തെ, ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ ഇതൊക്കെ വെറും തട്ടിപ്പാന്ന്. ആ ഗുണശേഖരൻ സ്ത്രീ പറഞ്ഞു കേട്ടില്ലേ, അങ്ങനെ ഒരു വിധവേ ഈ ലോകത്തുണ്ടാവില്ലെന്ന്. എടാ, അങ്ങേരെ അങ്ങനെ പറയുമ്പോ തന്നെ അങ്ങനെ ഒരു വിധവ ഉണ്ടാവുന്നതാണ് സത്യം. അന്വേഷിപ്പിൻ, കണ്ടെത്തുമെന്നാണ് മഹാന്മാര് പറഞ്ഞിട്ടുള്ളത്. അതവര് തിരുത്തി. ഇപ്പൊ അന്വേഷിപ്പിൻ കൊണ്ടറിയുമെന്നാക്കി. ഇനി ഇതിനു വേണ്ടി പോലീസ് സ്റ്റേഷനിൽ കയറാനും തല്ലുകൊള്ളാനും വെള്ളസാരി കൊടുത്ത പെണ്ണിന്റെ പുറകെ നടക്കാനൊന്നും ഞങ്ങൾക്ക് വയ്യ. എടാ, എനിക്ക് നിങ്ങളല്ലാതെ മറ്റാരും ഉള്ളത്. നിങ്ങളുടെ മൂഡ് മാറ്റാൻ 1-ാം തീയതി കിട്ടുന്ന സാധനം എന്റെ അടുത്തുണ്ട്. തെങ്ങു ചതിക്കില്ല തേങ്ങ ചതിക്കില്ല, തേങ്ങ വീണാരും മരിച്ചിട്ടില്ല. തെങ്ങു ചതിക്കില്ല തേങ്ങ ചതിക്കില്ല, തേങ്ങ വീണാരും മരിച്ചിട്ടില്ല. കുമാരനെ മോൻ ഞാനാ? എന്തേ? നിന്റെ അച്ഛന്റെ തലേ തേങ്ങ വീണ് മരിച്ച ആശുപത്രി കൊണ്ടുവരിക്കണം. ഈശ്വരാ, ചതിച്ചോ? അജീഷ, നീ എന്താ ഓടണേ? പവിത്ര, എന്റെ അച്ഛനെ നല്ല തേങ്ങ വീണ് മരിച്ചെന്ന്. ആരാ പറഞ്ഞേ? ഇയാള് പറഞ്ഞു. നാരായണ നാരായണ. അത് നിന്റെ അച്ഛനല്ല, പിന്നെ അപ്പുറത്തെ വീട്ടിലെ സുകുമാരന്റെ അച്ഛനാ. കുഴപ്പമൊന്നുമില്ല. അതിന് കുഴപ്പമൊന്നുമില്ല. ഇനി എന്തിനാ കരയണേ? അച്ഛൻ പോയെന്ന് വിചാരിച്ച് സന്തോഷിച്ചോടി വന്നതാ. ഇതിനെയൊക്കെ എന്നാ ഈ കാലിന്റെ കുറെ കാര്യം. പിന്നെ എന്നാ, പത്രത്തിലൊരു വാർത്ത കണ്ട് മിസ് കന്യക വരനെ തരുന്നത്. എവിടെ? ആ ഡെസ്കിൽ കിടപ്പുണ്ട്. പത്രം ഒന്നും തരൂല. പവിത്ര, നീ ഒരു കല്യാണം കഴിച്ചിട്ട് വേണം എനിക്കൊരു കുഞ്ഞിക്കാലുണ്ടായി കാണാൻ. എന്ത്? നിനക്കൊരു കുഞ്ഞിക്കാലുണ്ടായി കണ്ടിട്ട് വേണം എനിക്കൊരു കല്യാണം കഴിക്കാനെന്ന്. എന്ത് പറഞ്ഞാലും തലയെ കയറും. പത്രം തുറന്ന ശവക്കൊട്ട പേജ. ഇതല്ലെന്നേ, ഇവിടെ ആ വാർത്ത കണ്ടില്ലേ? മിസ് കന്യക വരനെ തേടുന്നു, കദളിക്കാട് പിയുവോ. കന്യകയിന് വരനെ തേടണ്ട, മിസ് കന്യകയെ മിസ്സിസ് ആക്കാനുള്ള വരൻ ഇവിടെ തന്നെ ഉണ്ട്. എടാ രൂപേ, എല്ലാവർക്കും കൊടുക്കണ സന്തോഷ കുപ്പി. ആരാ? അച്ഛനാ? അച്ഛനല്ല, കൊച്ചച്ഛനാ. അച്ഛൻ പുറകെ വരുന്നുണ്ട്. ഹായ്, നമസ്തേ. ഞാനല്ല പെണ്ണ്. തല കളഞ്ഞല്ല. അച്ഛൻ എന്തിയേ മോനെ? മോനല്ലടാ, ഞാൻ അച്ഛനാ. നിങ്ങളോ? പൊക്കത്തിലല്ല കാര്യം, പെർഫോമൻസിലാ. ഓരോ നിറഞ്ഞിരിക്കുന്ന ഫാമിലിയാ. ഫുഡ് കൊടുത്ത് മുടിയും പോനെ. റേഡിയോയില് ബാറ്ററി ഇട്ടോളേ. ഈ പൗത്രനാരേ ആയിരിക്കും. ആ, നമസ്കാരം. മോളെ കാണണ്ടേ? കാണാം. അപ്പോ ഇവർക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിച്ചോളൂ, സംസാരിച്ചോളൂ.
ഇയാളെന്താ ഇങ്ങനെ വൈറ്റ് ആൻഡ് വൈറ്റ് എന്താ വൈറ്റ് കളറിനോട് ഇത്ര ഇഷ്ടം? ഇതിനകത്തൊരാളുണ്ടെന്ന് മനസ്സിലാക്കിക്കോട്ടെ എന്ന് കരുതിയിട്ടതാ. അത് മാത്രല്ല കുറച്ചാലായിട്ട് എനിക്ക് വൈറ്റിനോട് ഭയങ്കര ഇഷ്ടാ. കുട്ടിക്കോ? എന്നെ കുട്ടീന്ന് വിളിക്കണ്ട, കന്യകയെന്ന് വിളിച്ചാ മതി. അയ്യോ, കന്യക എന്നുള്ളത് കുട്ടിയുടെ പേരാണോ? എന്താ നല്ല പേരല്ലേ? പിന്നെ എന്ത് പറ്റി? അതെ, ഒന്നുമില്ല. ഞാനൊരു കാര്യം ചോദിച്ചാ കുട്ടി സത്യം പറയോ? അല്ലെങ്കിൽ വേണ്ട, ഞാൻ ഓമനയെ വിടാവേ. കടത്തി വിടണ്ട ചുമ്മാ തിന്നോണ്ടിരിക്കേ. നീ എന്താണ് വേർതിരിക്കണത്? വല്ലതും കണ്ട് പേടിച്ചാ? അവളൊന്നും തുറന്നു പറയുന്നില്ല. പറയണം, പറയിപ്പിക്കണം, തുറന്നു പറയിപ്പിക്കണം. അതിനൊക്കെ ഒരു മയം വേണം. എന്നാ നീ ചെന്ന് നീ ഇവിടെ ഇരിക്കേ. ഞാനെല്ലാം ഉള്ളു തുറന്ന് സംസാരിക്കാം. എന്റെ കുട്ടിയെ കാത്തോളേ. മുപ്പത്തിരണ്ടിലൊന്ന് പോയാൽ 31. എന്തു പറ്റി? എനിക്കൊന്നറിയില്ല, ഞാനിപ്പോ എന്ത് കഷ്ടം. മോളെ വേണ്ട, നിന്റെ അച്ഛനാ പറയണത് വേണ്ട. ഇനി അവസരം നമുക്ക് കിട്ടും. വൃത്തികെട്ടവൻ, അവൻ ഈ കന്യകയാണോന്ന് അറിയണം. ഒന്ന് വേഗം പോ. മാമന കാലത്ത് പൊക്കിയെങ്കിൽ മാവേലിക്ക് പോകാമായിരുന്നു. ഇവരോട് പോയി. എന്നെക്കാളും മഞ്ഞിനോ? എടാ സത്യത്തിൽ എന്താ ഉണ്ടായത്? എന്താ ഉണ്ടായെന്നാ? പോലീസ് മറ്റവള് പറഞ്ഞു വിട്ടാണോ? ഓടിക്കോടാ പൊന്നാ. മന്ത്രിക്ക് പേടിയായോണ്ട് പോലീസ് കൂട്ടുപോയതാ. അപ്പൊ അവന്മാരെവിടെ? നീ എന്താ അനാവശ്യം കാണിച്ചു? അല്ലെങ്കിൽ ഇത്ര പെട്ടെന്ന് പോലീസ് പറഞ്ഞ ഒരാവശ്യമല്ല. അയ്യോ, തേടാ പോടാ. എടാ ചാടിക്കോളൂ. ചാടിയാ കൊളാവും. ചാടിയില്ലെങ്കിൽ അതിനും വലിയ കൊളാവും. ഈ ആറ്റിക്കൂടെ റോഡുണ്ടെങ്കിൽ നമുക്ക് നടന്നു വരുന്നല്ലേ. അവിടെ ബോംബ് എഴുതി വെച്ചിട്ടാ, വഴി എഴുതി വെച്ചാ. അന്ന് അങ്ങനെ വിട്ടോ. ആറ്റിൽ ഇറങ്ങരുത്, ഉണ്ട്. ബാക്കി എല്ലാം മുതല ചെയ്തോളൂ. നിന്റെടാ. ഹലോ, നിങ്ങൾ എവിടെ നിൽക്കുവാ? അവിടെ നിൽക്ക്, ഞങ്ങൾ അങ്ങോട്ട് വരാം. അവന്മാർ ആലിലക്കണ്ണ ബസ് സ്റ്റോപ്പിൽ നിൽക്കുവാന്ന് അങ്ങോട്ട് വിട്. അമ്മേ നാരായണ, ദേവി നാരായണ, ദേവി. ഹസ്തരേഖാശാസ്ത്രം ഒരിക്കലും മിഥ്യയല്ല, സത്യമാണ്. സഹോദരന്മാരെ, അടുത്തൊരു ഹസ്തം കാണിക്കൂ. കച്ചമല്ല, ഹസ്തം. ഭയപ്പെടണ്ട, ഞാൻ അനിയന്റെ ലക്ഷണം പറയട്ടെ. ചന്ദ്രനിൽ ശനിയുടെ അപഹാരം കണ്ടു തുടങ്ങിയതിനാൽ ഉയരം കുറഞ്ഞവർക്ക് പൊതുവെ വിവരക്കേടുണ്ടാകാൻ സാധ്യതയുണ്ട്. നമ്മുടെ കാര്യമല്ല പറഞ്ഞത്, പൊക്കം കുറഞ്ഞവരുടെ കാര്യമാണ്. പിന്നെ വ്യാഴത്തിൽ ആഴത്തിൽ ഗുളികം നിൽക്കുന്നതിനാൽ മറ്റുള്ളവരുടെ പ്രലോഭനങ്ങളിൽ വഴങ്ങി മാനഹാനി, ധനനഷ്ടം, നാണക്കേട് എന്നിവ സുനിശ്ചിതം. അതേടാ, എടാ നാണോ മാനിലത്തോ നമുക്ക് ഇന്ന് നാണക്കേട്, പിന്നെ പണം അത് ഇന്ന് വരും നാളെ പോകും. ഉള്ളതേ പറയത്തുള്ളൂ, ഉള്ളത് തന്നാ മതി. അതെ, ഉള്ളത് പറയുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, അത് പറയാം. പിന്നെ ഈ മുഖത്തെന്താ പാലുണ്ണിയ? ഇത് ദിവ്യ ഉണ്ണിയ. അത് സിനിമ നടിയല്ലേ? അല്ല, ദിവ്യമായ മുഖത്ത്
ദൃഷ്ടിക്ക് താഴെ ഇത്തരത്തിൽ ബൾജ് ചെയ്തു വരുന്ന കുരുക്കളെയാണ് ദിവ്യ ഉണ്ണി എന്ന് പറയുന്നത്. ഇത് അതൊന്നുമല്ലടാ, ഇത് എലി കടിച്ചിട്ട് പടികൂടാതെ plague ഇങ്കൈ വാങ്ങൂ എല്ലാ വേദനകൾക്കും ഏ, അവിടെയും പരിഹാരം വരാം. കാണുകേ. വാങ്ങോ വാങ്ങേ കറുവപ്പെട്ടെ വേലപ്പെട്ടെ മുറിവപ്പെട്ടെ എണ്ണപ്പെട്ടെ പെട്ടത് അങ്ങേ എണ്ണേ ഇങ്കേ എണ്ണേ സാറുമാരെ ഇങ്ക വാങ്ങൂ. കൈമുട്ട് കാൽമുട്ട് കഴുത്ത് പെടലി ഇതൊക്കെ എല്ലാ മനുഷ്യർക്കും ഉള്ളതല്ലേ, പിന്നെ വിളിച്ചു പറഞ്ഞു നടക്കേണ്ട ആവശ്യമുണ്ടോ? ഇത് അതല്ലെന്ന്, അതിന്റെയൊക്കെ സെക്കൻഡ് ഹാൻഡ് കൊടുക്കണായിരിക്കും. എന്റെ സാറുമാരെ இந்த അവയവങ്ങൾക്കുണ്ടാകുന്ന ഉളുക്ക് ചതവ് മുതലായക്കുള്ള സിദ്ധ ഔഷധമാണിത്. കാലാകാലങ്ങളായി പല പല സ്റ്റേഷനുകളിൽ റെയിൽവേ സ്റ്റേഷൻ, പോലീസ് സ്റ്റേഷൻ, കംഫർട്ട് സ്റ്റേഷൻ, സർവീസ് സ്റ്റേഷൻ എന്നിവിടങ്ങളിലാണ് ഇതിന്റെ വ്യാപാരം കൂടുതലായി നടക്കുന്നത്. മനസ്സിന്റെ കാര്യമല്ലേ, എന്തു എപ്പോ വേണമെങ്കിലും സംഭവിക്കാം. സാറുമാരെ ഇത് കൈവശം വെക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. അണ്ണാ ഒരെണ്ണം എടുത്തിട്ട് പോങ്ക അണ്ണാ. എടാ നമുക്കൊരെണ്ണം മേടിച്ചാലോ? ഇതൊക്കെ തട്ടിപ്പാടാ, വിശ്വസിക്കാൻ പറ്റൂല. എടാ എന്നാലും വിശ്വസിച്ചേ പറ്റൂ. നമ്പർ 1 സ്വയംഭം സാധനം. നോക്കടാ ഇവിടെ അവിടെ നോക്ക. കണ്ട തൈക്കളവിയെ പോലെ ഇരിക്കുകയാണെങ്കിലും പവിത്രി പറ്റിയ കന്യക. വാ നമുക്കൊന്ന് മുട്ടി നോക്കാം. ഹലോ ഹലോ, ഐ ആം ഓമനക്കുട്ടൻ. ഐ എം ശാലിനി. ശാലിനി എന്റെ കൂട്ടുകാരി. എന്നും ഈ ബസ് സ്റ്റോപ്പിൽ നിന്നാണോ ബസ് കാരന്? അങ്ങനൊന്നുമില്ല, ഏത് ബസ് സ്റ്റോപ്പിൽ നിന്നും കേറും. ഓ കണ്ട ഒന്ന് കെട്ടിയാണെന്ന് പറയേയില്ല. നല്ല അസല് കന്യക പീസ്. ഹലോ സാർ, സാർ പെട്ടെന്ന് വരില്ലേ? ഓക്കെ സാർ. എക്സ്ക്യൂസ് മീ, ആരായിരുന്നു? എൻ്റെ ബോസാ. ബോസ് ഇതിലേ വരുന്നുണ്ട്. എനിക്കൊരു ലിഫ്റ്റ് തരാമെന്ന് പറഞ്ഞു. ബോസിന് വരാൻ കണ്ട നേരം ചോദിക്കണം. എന്താ ഒറ്റയ്ക്ക് സംസാരിക്കുന്നു? എന്നെ പോലൊരു സ്ത്രീക്ക് കേൾക്കാൻ പറ്റാത്ത കാര്യങ്ങളാണോ? ഇത് നടന്നാൽ 9 തന്നെ. നമുക്ക് അങ്ങോട്ട് മാറി നിൽക്കാം. അവിടെ കാര്യങ്ങൾ വിശദമായിട്ട് സംസാരിക്കാൻ വരൂ. പോലുള്ള പൂവാലന്മാരെ പൊക്കാൻ എന്റെ ബുദ്ധിയിൽ തെളിഞ്ഞതാണ് ഈ സുന്ദരിക്കളി. ഡിപ്പാർട്ട്മെന്റ് നിങ്ങളെ വളഞ്ഞിരിക്കുകയാണ്. എന്താ സംശയമുണ്ടോ? കണ്ടോ ഗുണശേഖരൻ. സംഗതി വണ്ടി വിട്ടോ. അതെന്ത് പേരാണോ? ഇസ്നാലുമ്മ അല്ല സർ, അത് ആംബുലൻസിന് തിരിച്ചെഴുതിയിരിക്കുന്നതാ. തലതിരിഞ്ഞോമാരെ മിസ്സായല്ല. കാക്കിയിട്ട് മൂക്കൂട്ടത്തൊന്ന് പുറകെ നടന്നോളൂ. വകയ്ക്കൊള്ളാത്ത കഴുതകൾ. സാർ എന്നെ CBI ചേരേണ്ടതായിരുന്നു. എന്തിനാ മെസ്സേജ് സാർ വന്നേ? എന്തോ നിന്നെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം. രാവിലെ സ്റ്റേഷനിലോട്ട് ചെല്ലാൻ പറഞ്ഞു. ആ വാ, വന്ന് വല്ലതും കഴിക്കാൻ, എനിക്കൊന്ന് കിടക്കണം. പൗത്രയിൽ എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല. നമുക്കൊരു SI ആളായി അവൻ മനസ്സ് അതല്ലേ കൊടുത്ത്. എന്താ സാർ അവന്റെ കുറ്റം? അവൻ സ്വന്തം ഭാര്യ പ്രഗ്നന്റ് ആക്കിയെന്ന്. അപ്പൊ പവിത്ര എല്ലാം പറഞ്ഞ പോലെ വൃത്തികെട്ടവനെ. എടാ നമ്മള് വിചാരിച്ച പോലെ SI കുഴപ്പക്കാരനൊന്നല്ല. എന്തിനാ നിന്നെ അയാളെ വിളിപ്പിച്ചത്? പുള്ളിക്കാരന് നമ്മളെ പോലൊരു ബാച്ചിലറാ.
അങ്ങേരി അടുത്തൊരു പെൺകുട്ടിയെ കണ്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇതുവരെ ആ പെൺകുട്ടിയോട് പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന്റെ ഇഷ്ടം ഞാൻ പോയി ആ പെൺകുട്ടിയോടും അവരുടെ വീട്ടുകാരോടും പറഞ്ഞ കല്യാണം നടത്തി കൊടുക്കാനാ എന്നെ വിളിപ്പിച്ച്. പരിഹാരം പവിത്രനായി പോയില്ലേ? ഞാൻ പരിഹരിച്ചു തരാമെന്ന് ഏൽക്കും ചെയ്തു. ഏതാ പെൺകുട്ടി? നമ്മുടെ തെക്കേല ഗോമതിയുടെ മോള് ഭാനുമതി. അത് മതി. അപ്പൊ തൽക്കാലം നമ്മളെ പേരിൽ അയാൾ നീ വണ്ടി എടുക്ക. ഹലോ, അതെ, എപ്പോ? ഇപ്പൊ വരാം. 3-4 മണിക്കൂറിനുള്ളിൽ ചാഴിക്കാട് ഹോസ്പിറ്റലിൽ ഒരു കന്യക വിധവയാകാൻ പോകുന്നു. ഉമ്മറ എപ്പോഴാ സംഭവം നടന്നേ? അതെ, കെട്ട് കഴിഞ്ഞ് അമ്പലത്തിൽ നിന്ന് ഹാളിലേക്ക് വരുന്ന വഴിയാണ് അപകടം നടന്നത്. ലോറിയായിട്ടാണ് കൂട്ടിയിടിച്ചത്. എന്തായാലും പെൺകുട്ടിക്ക് കാര്യമായി ഒന്നും സംഭവിച്ചിട്ടില്ല. എന്നിട്ടാ കന്യകയുടെ ഇരിക്കുന്നു. അതാരാ? അത് കല്യാണ ചെക്കന്റെ അരിയനാ. അതെ, ഏതായാലും സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. അവന് ഇതിലും വലിയ വേറെ തവണ പറ്റായിരുന്ന ചെറുതായിട്ടൊന്നും മരിച്ചു എന്ന് കരുതിയാ മതി. കുട്ടിയോട് ഇങ്ങനെ കുഞ്ഞുങ്ങളെ പോലെ കരഞ്ഞു പിഴിഞ്ഞോണ്ടിരിക്കേണ്ട കാര്യമില്ല. കുട്ടിക്ക് നല്ലൊരു ഭാവി ഉള്ളതാ. അതുകൊണ്ട് ഉറച്ചൊരു തീരുമാനം എടുക്കേണ്ട സമയ. ഒട്ടും വൈകാൻ പാടില്ല. സാരമില്ല, ഇതൊക്കെ നാട്ടിലെ സർവ്വസാധാരണ. ദേ ഇങ്ങോട്ട് നോക്കിയേ, ഈ അവസ്ഥയില് എല്ലാം അറിഞ്ഞിരുന്നുണ്ട് കുട്ടിയെ വിവാഹം കഴിക്കാൻ ഒരാൾ വന്നാലോ? നിങ്ങളുടെ സർഗബോധം ഉണരേണ്ട സമയമായി. തെളിവിനായി, നിറദീപം സാക്ഷിയായി 4 പേരറിയെ ആ ചത്തുപോയവൻ കെട്ടിയ ഈ താലി എന്തിനീ കുട്ടിയുടെ കഴുത്തിൽ പൊട്ടിച്ചെറിയൂ. ഞാൻ എടാ നായിന്റെ മോനെ, ആരാടാ നീ? ആകെ തകർന്നിരിക്കുമ്പോഴാ അതിന്റെ ഇടയ്ക്ക് അവനെ നിലത്ത് തേച്ചു വെച്ചേക്കുന്നു. ഇന്നത്തെ കാലത്ത് ഒരാൾക്കൊരു ഉപകാരം ചെയ്യാൻ പോയാൽ ഇതാണ് അവസ്ഥ. ഇതിന് മാത്രം എന്ത് തെറ്റാണ് പവിത്ര? എല്ലാം നിന്റെ എടുത്തുചാട്ട കുഴപ്പം. ആദ്യം നീ ആ പെണ്ണിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ചോ. കല്യാണം കഴിഞ്ഞ് ഭർത്താവ് മരിച്ചിട്ട് 1 മണിക്കൂർ പോലും ആയിട്ടില്ല. അതിനും ഭർത്താവ് കല്യാണം ആലോചിക്കാം. പറഞ്ഞില്ലെങ്കിലേ കുറച്ചേരും കൂടി കഴിഞ്ഞാൽ പെണ്ണ് കന്യക അല്ലാണ്ടായി തീരും. അതെങ്ങനാ? ഭർത്താവ് ചത്തില്ലേ? ഭർത്താവിന്റെ അനിയനാ പെണ്ണ എന്ന് കയറി ട്യൂൺ ചെയ്യണ കണ്ടിട്ടാ ഞാൻ കയറി ഹെഡ് ചെയ്തു. അതുകൊണ്ടാണ് നിന്റെ ഹെഡിന് തന്നെ അവര് താങ്ങിയത്. ഇപ്പൊ ഇങ്ങനെ തൂങ്ങി പോകാനും പറ്റി. എന്നെ എവിടെയെങ്കിലും കൊണ്ടത് വെക്ക്. എനിക്ക് ടൂർ പോണം. 2 പോണോ? ചോദിച്ചിട്ടുണ്ട്. ഇപ്പോഴേ പോയി. ഒരു പെണ്ണാണ്. ആരാ? എന്താ? എന്നെ സഹായിക്കണം. ഇന്ന് രാവിലെ ഒരു ആക്സിഡന്റില് എന്റെ അച്ഛൻ മരിച്ചു. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ബോഡി മോർച്ചറിയിൽ കിടത്തിയിരിക്കുക. ഹോസ്പിറ്റൽ ആംബുലൻസ് വേറെ ഓട്ടം പോയിരിക്കത്ര. കുറെ മണിക്കൂറായി ഞാൻ ഇതിൽ വരുന്ന വണ്ടികൾക്ക് കൈ കാണിക്കാൻ തുടങ്ങിയിട്ട്. എനിക്ക് ആരുമില്ല. എന്നെ രക്ഷിക്കണം. കുട്ടിക്ക് എവിടെ പോണ്ടത്? നീലേശ്വരം. ഈശ്വരാ, നീലേശ്വരം? അത് കുറെ ദൂരെയില്ലേ? എനിക്കിവിടെ ആരും പരിചയമില്ല. എങ്ങനെയെങ്കിലും നിങ്ങൾ എന്നെ സഹായിക്കണം. വേണ്ട പവിത്ര, വേണ്ട. വണ്ടി വിട്. ഇത് പുലിവാലി കേസാ. അല്ലെങ്കിൽ നമ്മുടെ സമയം ശരിയല്ല. കുറച്ചു മുമ്പ് കിട്ടിയത് മറന്നു. എടാ, നമ്മളിതൊരു ഓട്ടമായിട്ട് കൂട്ടിയാ മതി. ഈ കുട്ടിയുടെ അച്ഛന്റെ ബോഡി നമ്മൾ ഇതിനകത്ത് കയറ്റുന്നു. ആ കുട്ടി പറഞ്ഞ പോലെ നീലേശ്വരത്ത് ബോഡി ഇറക്കി നമ്മൾ തിരിച്ചു വരുന്നു. അപ്പൊ കാശിന്റെ കാര്യോ? അതിപ്പോ കാശ് ഇന്ന് വന്ന് നാളെ പോവാ നിന്റെ അളിയനോ? നാട്ടുകാരെ സഹായിക്കാൻ ചെന്നാലേ വണ്ടി ബാങ്കുകാർ കൊണ്ടുപോകും. 2 മാസത്തെ CC അടയ്ക്കാനുണ്ട്. പിന്നെ നമ്മൾ 4 പേരുടെ മൂത്രം ഒഴിച്ചാലേ വണ്ടി ഓടത്തില്ല. അതിന് ഡീസൽ വേണം. ഡീസൽ വേണമെങ്കിൽ കാശ് വേണം. അതെ, ഇവിടുന്ന് ഒരു 550 കിലോമീറ്റർ ഉണ്ട്. ഒരു 20,000 രൂപ തന്നാൽ ബോഡി നല്ല സേഫ് ആയിട്ട് വീട്ടിലെത്തിക്കാം. വണ്ടിയുടെ ചെരുപ്പ് തേണ കാശ്, ടയറ്. നിങ്ങൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും എനിക്ക് സമ്മതം. എന്നാ അഡ്വാൻസ് ആയിട്ട് 5,000 രൂപ.
നീ എന്ത് കണ്ണി ചോറില്ലാത്ത വർത്താനി പറയണേ? നിന്റെ പെങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നെങ്കിലോ? എന്റെ പെങ്ങള് മത്തിക്കച്ചവടക്കാരുടെ ഒളിച്ചോടി പോയല്ലോ. ഉണ്ടെങ്കിൽ തന്നെ ഇങ്ങനെയൊക്കെ പറ്റത്തുള്ളൂ. നീ കൂടുതൽ സംസാരിക്കണ്ട. പവിത്രം പറഞ്ഞോളൂ ചെയ്താൽ മതി കേട്ടാ. എന്റെ കയ്യില് ഇപ്പൊ ഇത് മാത്രമേ ഉള്ളൂ. കുട്ടി ഇവിടെ കയറിക്കൊള്ളു. ഞാൻ എടുത്തില്ല, അതിനകത്തുണ്ട്. മനസ്സമായിട്ട് ഉറങ്ങാൻ സമ്മതിക്കൂല. കഴുതാണ്. കരയല്ലേ മോളെ. നല്ല സെറ്റപ്പ് ടീമാണ് കേട്ടാ. എന്നാ ഭയങ്കര വീടായത്. വാടക കുറച്ച് കേറ്റി അടിച്ചു കൊടുക്കേണ്ടതായിരുന്നില്ലേ? എന്നുടെ ധർമ്മങ്ങളെ വർണ്ണിച്ചിടുന്നു കേൾക്ക. എന്നുടെ ധർമ്മത്തിനാൽ മാനവൻ ശ്രദ്ധയോടും ജയിച്ചുകൂടാതൊരു മൃത്യുവേ ജയിക്കുന്നു. ജയിപ്പാൻ സർവധർമ്മമംഗിലർപ്പണം ചെയ്തു മനനം കൊണ്ടെന്റെ പവിത്ര, എല്ലാത്തിനും കാരണം നീ ഒരുത്തനാ. ഞാൻ അവിടെ ചെന്ന് സീൻ ഉണ്ടാക്കുന്നതിന് മുമ്പ് നീ അവിടെ അടുത്ത് കാശ് മേടിച്ചോണ്ടുവാ. എങ്ങനെയാടാ ഇങ്ങനത്തെ ഒരു അവസ്ഥയില്? ചടങ്ങ് കഴിയുന്നതിന് മുമ്പ് കാശ് ചോദിച്ചാൽ നാട്ടുകാർ എന്ത് വിചാരിക്കും? വളരെ നല്ല കാര്യമാണോ നാട്ടുകാർ വിചാരിച്ചോളും. ദേ, ആ കിളവൻ കാറിടിച്ച് വടിയായി റോഡിൽ കിടന്നപ്പോ ഈ നാട്ടുകാരും ബന്ധുക്കളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അതുകൊണ്ട് എന്റെ പൊന്നു മോൻ ചെന്ന് ആരും കാണാതെ കാശ് മേടിച്ചോണ്ടുവാ. ഇതൊരു മരണവിടാന്നുള്ള വിചാരം പോലുമില്ല. കച്ചറകള് നല്ല ശ്വാസം ഉണ്ടല്ലോ. താനല്ലോ ചത്ത്. എന്നാ പിന്നെ കാര്യത്തിലാണ് ഇടപെടണ്ട. 1540 കിലോമീറ്റർ ഉണിയുടെ TV ഒന്നുമല്ല ഉണ്ടെന്ന്. ശവം ഉണ്ടെന്ന്. ശവം. കച്ചറകള്. ഇയാൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്? എവിടെയും കുഴപ്പമുണ്ടാക്കാൻ അയാളുടെ വരവ്. ഇവിടെ ഇനി എന്താണോ കാണിക്കുന്നത്? പിന്നെ വിധവന്മാരുടെ മൗനയാതെ. അപ്പൊ ഇവരെല്ലാവരും മരിച്ചവരാണടാ. ആ ശരിയാണ്. ഫ്രണ്ടിൽ പോണുള്ള തൂങ്ങിച്ചത്താണ്. കഴുത്തി കൊടുക്കണ്ട. ചിന്നസ്വാമി, അയ്യാ, എടുക്കടാ ലിസ്റ്റ്. വായിക്കേ, വാ തുറന്നു വായിക്കേ. മുത്തുപാണ്ടി ചെട്ടിയാർ 3 ലക്ഷം.
പെരിയ തമ്പി 50,000 കെയർ ഓഫ് മുത്തുപാണ്ടി ചെട്ടിയാർ. രാമലിംഗം 50,000 കെയർ ഓഫ് മുത്തുപാണ്ടി ചെട്ടിയാർ. നാഗപ്പൻ 1 ലക്ഷം കെയർ ഓഫ് മുത്തുപാണ്ടി ചെട്ടിയാർ. മൊത്തം 5 ലക്ഷം. ഇതെന്താണ് പറയുന്നത്? അതവരുടെ വേഷം കണ്ടറിയാൻ മേലെ അതവരുടെ ഒരു തരം പ്രാർത്ഥനയാണ്. അതെ, മൊത്തം 5 ലക്ഷം. ഈ കിടക്കുന്ന ശവം ശവമാകുന്നതിന് മുമ്പ് എന്റെ കയ്യിൽ നിന്നും എന്റെ കെയർ ഓഫിൽ ഞാൻ വാങ്ങിക്കൊടുത്ത പണത്തിന്റെ കണക്കാണ് ഇപ്പോൾ ഇവിടെ വായിച്ചത്. മുതലും പലിശയും തരാതെ മലർന്നടിച്ച് കിടക്കുക വൃത്തികെട്ട ശവം. എന്റെ കാശ് തരാതെ ഇനി ഒരുത്തനും ഈ ശവത്തെ തൊടില്ല. ഇരിക്കണ എല്ലാരും. കരഞ്ഞത് കൊണ്ടൊന്നും ഒരു കാര്യമില്ല. കാശ് വാങ്ങാൻ എന്തൊരു ഉത്സാഹമായിരുന്നു. അത് ചോദിക്കാൻ വന്നപ്പോ നല്ല വെടിപ്പായിട്ട് ചത്ത് വളർന്ന് കിടക്കുക. നാണമില്ലാത്ത മാറി. ഈ അവസരത്തിൽ ഇങ്ങനൊന്നും പറയരുത് ചെട്ടിയാരെ. ഈ കുട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങളൊന്നും ആലോചിക്കാത്തത്? അവസ്ഥ ആലോചിക്കാൻ ഞാനെന്താ കാലാവസ്ഥാ നിരീക്ഷകനോ? താരാ? ഞാൻ വർമ്മയുടെ അകന്ന ബന്ധുവാ. എന്നാ അകന്ന ബന്ധു എനിക്കൊരു 5 ലക്ഷം രൂപ തരുവോ? നീ ആരാ? നീ അകന്ന ബന്ധുവാണ്? ഞാൻ ബന്ധുവല്ല, പങ്കുവാ. എന്റെ ആംബുലൻസിലാ ഈ ബോഡി കൊണ്ടുവന്നത്. ആ വകയിൽ എനിക്കും കിട്ടാനുണ്ട് ഒരു 50,000 രൂപ. വീണ വായിച്ചതല്ല, വണ്ടി ഓടിച്ചതാ. എന്നെ കൂടെ നിങ്ങളെ കൂടെ ചേർക്കണം. ഇവൻ എന്തൊക്കെയാ പറയണേ? അതാ എനിക്കും മനസ്സിലാവാത്ത. കുറഞ്ഞത് 1 ലക്ഷം ചോദിക്കായിരുന്നല്ലേ? നിങ്ങൾ ഇങ്ങനെ തുടങ്ങിയ മറ്റ് ചടങ്ങുകൾ ചെയ്യാൻ ബുദ്ധിമുട്ടാവണം. അതിനാണല്ലോ ഇങ്ങനെ ഇരുത്തിയിരിക്കുന്നത്. ദൈവത്തെ ഓർത്ത് നിങ്ങൾ ഇവിടുന്ന് ഒഴിഞ്ഞു തരണം. അധിക നേരം ഇങ്ങനെ വെക്കുന്നത് പോലും ശരിയല്ല. ഞങ്ങൾക്കും താല്പര്യമില്ല അധിക നേരം ഇവിടെ നിൽക്കാൻ. ചടങ്ങിന് വേണ്ടി ഈ ബോഡി ഇപ്പൊ വിട്ടുതന്നാൽ കുറച്ചു നേരം കഴിയുമ്പോൾ അത് ചാരമാകും. ചാരത്തിനോട് ചോദിക്കാൻ ഒക്കോ എന്റെ കാശ്. ഇപ്പോഴാണെങ്കിൽ ഈ ബോഡിയെങ്കിലും ഇവിടെ ഉണ്ടല്ലോ. നമസ്കാരം ചെട്ടിയാരെ. ഞാൻ പവിത്രൻ, ചങ്ങമ്പുഴ പവിത്രൻ എന്ന് പറയും. ചങ്ങമ്പുഴ രമണൻ എന്ന് കേട്ടിട്ടുണ്ട്. നീ രമണന്റെ അനിയനാ? ഇവന്റെ ആംബുലൻസിൽ ഞങ്ങളൊക്കെ കൂടിയ ബോഡി ഇവിടെ എത്തിച്ചത്. നമ്മളൊക്കെ മനുഷ്യരല്ലേ ചെട്ടിയാരെ. മരിച്ചുപോയി ഇദ്ദേഹം കാശ് വാങ്ങിച്ചിട്ടുണ്ടെന്ന് കരുതി ഈ കുട്ടിയോട് ഈ ശരീരത്തിനോട് നിങ്ങൾ ഇപ്പൊ കാണിക്കുന്നത് മര്യാദക്കേടാ. ചടങ്ങിന് തടസ്സം നിൽക്കാതെ സഹകരിക്കുക. അതിനുശേഷം ഈ കുട്ടിയായിട്ട് സംസാരിച്ച് നമുക്ക് എന്തിനും പരിഹാരം കണ്ടെത്താലോ. നീ ആളെ കൊള്ളാമല്ലോ. പ്രശ്നങ്ങൾ തീർക്കാൻ നീ ഇവരുടെ കാമുകനോ അതോ ഭർത്താവോ? 5 ലക്ഷം രൂപ കിട്ടാതെ ഒരു സന്ധി സംഭാഷണത്തിനും എന്നെ കിട്ടൂല. ഇത് പുറത്ത് കിടക്കുന്ന ആംബുലൻസിന്റെ ചാവിയാ. ഇത് ഗ്യാരണ്ടി ആയിട്ട് വെച്ചിട്ട് നാളെ കുട്ടി പൈസ തരുമ്പോ ചാവി തിരിച്ചെന്നാ മതി. ആംബുലൻസ് ചെലുസ്വാമി, ആംബുലൻസ് വീട്ടിൽ കൊണ്ടിട്ട് വീടിന്റെ പുറകുവശത്തൂടെ കയറ്റിയാ മതി. ഇല്ലെങ്കിൽ ഞാൻ ചത്തുപോയെന്ന് വിചാരിച്ച് ഈ തെണ്ടുകളെല്ലാം അവിടെ തടിച്ചുകൂടും. പവിത്ര, നാളത്തെ ഒരു ദിവസത്തെ കാര്യമുള്ളൂ. നീ സമാധാനായിട്ടിരിക്കേ. എടാ പൊന്ന, ആ വണ്ടിയിൽ ബാഗൊക്കെ എടുത്തു വെച്ചോ. മോൻ ഇപ്പൊ കാണിച്ചത് വലിയൊരു കാര്യ. ഈ കുട്ടിക്കാണെങ്കിൽ ചോദിക്കാനും പറയാനൊന്നും ആരുമില്ല. പിന്നെ ബന്ധുക്കളാണെന്ന് പറഞ്ഞു നിൽക്കുന്നവര് ഒന്നിനും കൊള്ളാത്തവരാ. മോന് നല്ലതേ വരൂ. എന്നാ ഞങ്ങള് പോയിട്ട് നാളെ വരാം. ഈ രാത്രിയിൽ ഇനി എവിടെ പോവാനാ? അതും പരിചയമില്ലാത്ത സ്ഥലം. നിങ്ങൾക്ക് ഇവിടെ കഴിയാം. ഇവിടെയാണെങ്കിൽ ധാരാളം മുറികളും ഉണ്ട്. ഓമനോട്ടാ, അത് വേണ്ട. വേണ്ടെന്ന്. ഞങ്ങൾ ഇവിടെ എവിടെ ലോഡ്ജിൽ താമസിച്ചോളാം. ഇവിടെ എങ്ങാനും കിടന്ന് ഉറങ്ങായിരുന്നു. അങ്ങോട്ടാണോ? എന്തിത്? വെള്ളം കുളിപ്പിച്ചേനെ.
അല്ല എന്നാ ഞാൻ ഞങ്ങളെ മനസ്സിലായില്ലേ? ഞങ്ങൾക്ക് എന്തെങ്കിലും ഓടിയ കാശും ചെട്ടിയാർക്ക് കൊടുക്കാനുള്ള പൈസയും കിട്ടിയാൽ ഞങ്ങൾക്ക് പോകായിരുന്നു. കുട്ടിന്തൊന്നും മിണ്ടാത്തേ? ഞാൻ എന്താ പറയണ്ടേ? അല്ല ആംബുലൻസ് ചെട്ടിയാർ കൊടുക്കാൻ ഞാൻ പറഞ്ഞോ? നിങ്ങളല്ലേ കൊടുത്തത്? നിങ്ങളായിട്ട് പോയി മേടിച്ചോ. എന്റെ കയ്യിൽ ചെട്ടിയാർ കൊടുക്കാനുള്ള കാശോ നിങ്ങളുടെ വണ്ടിക്കോലിയോ ഒന്നും തരാനില്ല. വെറുതെ ശല്യപ്പെടുത്താൻ. ഇപ്പൊ കണ്ടടാ എങ്ങനെയുണ്ട് പെണ്ണിന്റെ സ്വഭാവം? വാതിലടച്ച് പിണ്ടോം വെച്ച്. ഞാൻ അപ്പോഴേ പറഞ്ഞ ഇതിനൊന്നും നിക്കണ്ടെന്ന്. അനുഭവിച്ചോ? നീ ഒന്ന് വിഷമിക്കാതിരിക്കേ. നമുക്ക് ചെട്ടിയാരെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. അയാൾ ഒരു നല്ല മനുഷ്യാന്ന് എനിക്ക് തോന്നണേ. ഇന്നലെ കണ്ടല്ലേ നല്ല മനുഷ്യനാ. എലനക്കിപ്പട്ടിയുടെ കിരുന്നക്കിപ്പട്ടി അയാള്. നിങ്ങളൊന്ന് നടക്കാവോ? എന്തൊരു പുലിവാലുകളാ നോക്ക്. എന്റെ വണ്ടി എത്ര വൃത്തികെട്ട ശവം ചുമന്നവനാ. എന്തൊരു കോലമാടാ ഇത്. പട്ടിയെ പിടിച്ചോടാ. പവിത്ര എന്നെ ഒന്ന് രക്ഷിക്കടാ. ഈ നായിന്റെ മോൻ എന്നെ കടിച്ചു കൊല്ലും. പട്ടി ചെട്ടിയാരെ, പട്ടി പട്ടി ചെട്ടിയാരെ, പട്ടി. കൂടെ വാ. ആരാ? ചെട്ടിയാരാ. നമസ്കാരം. ചെട്ടിയാരേ, അവള് ഞങ്ങളെ ചതിച്ചു. അവളുടെ കയ്യിൽ കാശൊന്നുമില്ല. എല്ലാം അവളുടെ ഒരു അടവായിരുന്നു. ആംബുലൻസിന്റെ താക്കോല് തന്ന വണ്ടി ഞങ്ങൾക്ക് കൊണ്ടുപോയിരുന്നു. ആംബുലൻസോ? ആരാ നിങ്ങളൊക്കെ? എന്താ വേണ്ടത്? ചെട്ടിയാരെ, ഇത് ഞാനാ. എന്റെ ആംബുലൻസ് ആയി കിടക്കുന്നേ. നിന്റെ ആംബുലൻസോ? നിന്റെ ആംബുലൻസ് ആണെങ്കിൽ നിന്റെ വീട്ടിലല്ലേ കിടക്കേണ്ടത്. എന്റെ വീട്ടിൽ കിടക്കുമ്പോ എന്റെ ആംബുലൻസാ. അല്ല, ശരിക്കും നിങ്ങളൊക്കെ ആരാ? എനിക്ക് മനസ്സിലായില്ല. ഇവന്മാർക്കൊക്കെ ഗജനി സിനിമയിലെ സൂര്യൻ അസുഖ. കുറച്ചു നേരം കഴിഞ്ഞ പറ്റ തള്ളേ വരെ മറന്നു. ഇംഗ്ലീഷിൽ ഈ അസുഖത്തെ ഇങ്ങനെയും പറയാം. ചെട്ടിയാരെ, താക്കോല്. താക്കോലോ? ഇന്നലെ നിങ്ങൾ താക്കോല് തരുമ്പോ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞിരുന്നു. 5 ലക്ഷം രൂപ അത് കൊണ്ടുവന്നിട്ടില്ലല്ലോ. അപ്പോ നിന്ന് വെയില് കൊള്ളാതെ മക്കള് പോയി വേഗം ചെന്ന് 5 ലക്ഷം രൂപ ഉണ്ടാക്കിക്കൊണ്ടുവാ. എടാ മണ്ടന്മാരെ, അവിടെ കൈ 10 പൈസ ഇല്ലെന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ടല്ലേ ഇന്നലെ ആംബുലൻസ് വന്നപ്പോ ഞാൻ അതുകൊണ്ട് ഇങ്ങോട്ട് പോകുന്നത്. ഒന്ന് കൊടുത്തു വിട്. ഇനി ഇവിടെ ഒന്ന് മോകിയാൽ എന്റെ കൈസന്ന് കുറയ്ക്കാനും കടിച്ച് കീറാനും അറിയാം. മാത്രമല്ല ഇവന്മാർക്ക് കൊന്നു കുഴിച്ചു മൂടാനും അറിയാം. കൈസറ കൊണ്ട് കടിപ്പിച്ച് അവർക്ക് തിന്നാണ്ട് കൊടുക്കട്ടെ. പവിത്ര എടി മുതലി, ഇറങ്ങി വാടി. ഇറങ്ങി വാടി. എന്താടാ നിനക്കൊക്കെ വേണ്ടത്? നിങ്ങളാണോ തള്ളേ മൂദേവി? മൂദേവി എന്റെ തള്ളയാണ്. എന്റെ തള്ള പേര് മാധവി. മാധവി മാധവി മൂദേവി ആവാൻ അധിക നേരം ഒന്നും വേണ്ട. മര്യാദയ്ക്ക് അവളെ കൊണ്ട് വിളിച്ചേ. തള്ളേന്ന് നിന്റെ മറ്റവളെ പോയി വിളിക്കടാ. നിങ്ങൾക്ക് എന്താ വേണ്ടേ? എന്റെ കൂട്ടുകാർക്കും കൂടി എന്നെ വെറുപ്പായി. മര്യാദയ്ക്ക് നാട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിച്ച് നടന്ന ഞാനാ. എന്നാ പിന്നെ അത് തന്നെ ചെയ്ത് നടന്നാ പോരെ? വേണ്ട. അതന്നെ എനിക്കും പറയാനുള്ളത്. ഇത് വേണ്ട.
എന്തിനാണ് നീ വന്ന് എന്റെ മുമ്പിൽ തന്നെ ചാടിയത്? എനിക്കാണെങ്കിൽ ആരെങ്കിലും കണ്ണീര് കണ്ടാ പിന്നെ അതിന്റെ കാരണം അന്വേഷിച്ച് പോയില്ല, എനിക്ക് ഉറക്കം വരില്ല. പക്ഷെ നിന്റെ കണ്ണീര് വീണത് കള്ളക്കണ്ണീരാണെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്നെ ഓർക്കണ്ട, എന്റെ കൂട്ടുകാരെ ഓർത്തെങ്കിലും ആ ചെട്ടിയാർക്ക് കൊടുക്കാനുള്ള കാശ് കൊടുത്ത് ആംബുലൻസ് അവിടെ നിന്ന് വിട്ടുതരാനുള്ള മാർഗം കുട്ടി ചെയ്തേ പറ്റൂ. ഞങ്ങളുടെ പങ്കജാഷിന്റെ ഏക വരുമാന മാർഗം ആ ആംബുലൻസ്. നിന്നെ സഹായിച്ചെന്നുള്ള ഒറ്റ തെറ്റേ ഞങ്ങൾ ചെയ്തോളൂ. അതിനാണോ ശിക്ഷ? ഹലോ, ഞാനാ പങ്ക ഇപ്പോഴാണോ? അയ്യോ അതല്ല, ഞാൻ ഈ പങ്കുവിന്റെ ഫ്രണ്ട്. ഞാനെന്താ വേണം? അല്ലേ പിടിച്ചാത്തരണോ? അയ്യോ അത് വേണ്ട. മുക്കുമണ്ടം വിൽക്കാൻ ശ്രമിച്ചാണ് അവരെ പിടിച്ചിരിക്കുന്നത്. അവള് പിന്നെ നമ്മളെ ചതിച്ചടാ. അവള് തന്ന വള സ്വർണ്ണം അല്ലായിരുന്നു. പവിത്രനല്ലേ? അതെ. എന്നെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? നല്ല പരിചയമുണ്ട്, പക്ഷെ എവിടെന്നാണ് പിടികിട്ടുന്നത്? 6 മാസം മുമ്പ് എന്റെ നാട്ടിലൊരു പ്രശ്നമുണ്ടായപ്പോ അത് പരിഹരിക്കാൻ വന്നവരുടെ കൂട്ടത്തിൽ പവിത്രനുണ്ടായിരുന്നു. അന്ന് പവിത്രന്റെ ബുദ്ധിപരമായ ചില നീക്കങ്ങളായിരുന്നു പ്രശ്നം പരിഹരിക്കാൻ സഹായമായത്. അന്ന് നിങ്ങളുടെ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. സോമൻ സാറല്ലേ? എന്താ ഇവിടെ? ഇതെന്റെ കൂട്ടുകാരൻ പങ്കജാഷിന്റെ ഒരു പ്രശ്നമാണ്. ഇതെന്താ പ്രശ്നം? ഇത് പ്രശ്നം പരിഹരിക്കാൻ നോക്കിയതാ. ഞാനാ സാറേ PC 425 പ്രഷർ കൂടിയത്, അതാ പ്രശ്നമായത്. സാർ ഇവരോട് പറയും എന്നെ പിടിച്ചൊന്ന് നേരെ നിർത്താൻ. എന്തിനാ കൊച്ചെ സ്വർണ്ണമാന്ന് പറഞ്ഞ് മുക്കുമണ്ടം തന്നത്? ഇപ്പൊ അത്യാവശ്യത്തിനൊന്നും മുക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല. സ്വർണ്ണമാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അന്നത്തെ അവസ്ഥയിൽ കാര്യം നടക്കാൻ വേണ്ടിയാ ഞാൻ വള ഊരി തന്നത്, അല്ലാതെ ആരെയും പറ്റിക്കാനല്ല. അതുകൊണ്ട് പോയി വിൽക്കുമെന്ന് ഞാൻ കരുതിയില്ല. ചാവാ റേഷനറി വാങ്ങാൻ പോലും കാശില്ലാത്ത അവസ്ഥയിലാണ് ഞങ്ങള്. വണ്ടിക്കൂലിയും കിട്ടിയില്ല, വണ്ടിയും പോയി. ചെലവിന് കാശാവുമല്ലോ എന്ന് കരുതിയാണ് ഈ കടുങ്കൈ ചെയ്തത്. പങ്കന്റെ ടൈം നല്ല ബെസ്റ്റ് ടൈമാണ്. ആണോടാ? പിന്നെ പോലീസുകാർ സ്റ്റേഷനിൽ കൊണ്ടുപോയി കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ഭംഗിയായിട്ട് അങ്ങോട്ട് നടത്തി തന്നെ. അതുകൊണ്ട് ഞങ്ങൾ ഒരു കാര്യം തീരുമാനിച്ചു, ഇവിടെ തന്നെ കൂടിയാലോന്ന്. എടാ ഓമനക്കുട്ട, ഇത്രയും വിശാലമായ മുറികൾ ഈ വീട്ടിലുള്ളപ്പോ സൽസ്വഭാവികളായി നമ്മൾ മാത്രം താമസിക്കുന്നത് ശരിയാണോ? അയ്യോ നോ. പ്രത്യേകിച്ച് ഇത്രയും പ്രായപൂർത്തിയായ പെണ്ണ് മാത്രം താമസിക്കുന്ന വീട്ടില്. അയ്യോ നോ. ആരും ഈ ചട്ടത്തള്ള മാത്രമുള്ള വീട്ടില്. അതുകൊണ്ട് ഓമനക്കുട്ട, നീ തിരിഞ്ഞു നോക്കിയാൽ നിന്നെ കണ്ണിറുക്കി കാണിക്കുന്ന നിന്റെ സകല ബന്ധുക്കളെ നീ വിളിച്ചോടാ. അപ്പോഴേ ഇങ്ങോട്ട് മാറിക്കടാ. തൂത്തുക്കുടിയിൽ കാളവണ്ടി കയറി കുടിയിലോട്ട് കാലം നെട്ടിയിരിക്കുന്ന എന്റെ മുത്തുശ്ശീനെ ആര് നോക്കും? നീ അതിനും വിളിച്ചോടാ. അപ്പൊ നിന്റെ വീട്ടിൽ നിന്ന് ആരും വിളിക്കുന്നില്ലടാ? ഈ ചെറ്റ പരിപാടിക്ക് നിന്റെ ബന്ധുക്കളും വീട്ടുകാരും തന്നെയാ നല്ലത്. ഒരു കാര്യം ചൂടാവണ്ട, അവനൊരു സത്യം പറഞ്ഞു എന്നുള്ളൂ. എന്നാ എല്ലാരും പോയി വീട്ടിൽ പറഞ്ഞേക്ക് നാളെ ഒരു പിക്നിക്കിന് പോകാൻ തയ്യാറായിക്കോളാൻ. തൃപ്പൂണിത്തുറ പാലസും മലമ്പുഴ യേശിയും ഒരുമിച്ച് ഒരു സ്ഥലത്ത് കാണാനുള്ള ഭാഗ്യം അവർക്കുണ്ടാവട്ടെ. അപ്പൊ ഞങ്ങൾ റൂമിലേക്ക് പോയിട്ടോ. കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിലും മക്കളൊക്കെ അവിടെ ജോലി ചെയ്തെന്ന് പറഞ്ഞില്ല. എവിടെയാ? എവിടെയാന്ന് വാറൊന്ന് പറയാളെ. തൂത്തുക്കുടി, തൃശ്ശൂര്, തൃപ്പൂണിത്തറ 3 മക്കളും അവിടെയാണ്. പിന്നെ ഒരാള് ഇനിയൊരു പേര് താങ്ങാനുള്ള ഇട എന്റെ തട്ടിനില്ലേ? നിങ്ങളുടെ മക്കളൊക്കെ എന്റെ മക്കളാ. ആ ചെരിങ്ങി തന്നെ അവിടെയാണ്. ഇങ്ങനത്തെ തലമൊക്കെ ഉണ്ട്. അയ്യോ ഇതെന്ത് പറ്റി? തൂത്തുക്കുടിയിലേക്കുള്ള വഴി ചോദിച്ചാ. ഞാനൊന്ന് മാറിയിട്ട് വരട്ടെ. തൂത്തുക്കുടിയിലേക്കുള്ള വഴി ചോദിക്കേ? ആരോ കാണാൻ വന്നിരിക്കുന്നു. ഇനി അരിയിടേണ്ടി വരുമോ? ഉണ്ണാൻ വന്നതല്ല. ആരാന്നാ പറഞ്ഞേ? ഈശ്വരനാ പറഞ്ഞത്. ഈശ്വരനോ? ഈശ്വരനെ സാധാരണ നമ്മൾ അങ്കടന്വേഷിച്ചല്ലേ പോവാറ്. ഇപ്പൊ ഈശ്വരൻ ഇങ്ങോട്ട് വന്നു തുടങ്ങിയോ? കുട്ടി ഇതേ ഈശ്വരൻ വന്നിരിക്കണു, പോയി അനുഗ്രഹം മേടിച്ചോളൂ. ആരാ നിങ്ങൾ? ആരാ? നിന്റെ മരിച്ചുപോയ തന്തയുടെ കൂട്ടുകാരനാ ഈശ്വരവർമ്മ. അയാൾ എന്റെ കയ്യിൽ നിന്ന് കുറച്ച് കാശ് മേടിച്ചിട്ടുണ്ടായിരുന്നു, ഒരു 1.5 ലക്ഷം രൂപ. പലിശ തരാമെന്നും പറഞ്ഞ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചത്. പലിശയും മുതലും തരാതെ ഇത്രയും പെട്ടെന്ന് മുകളിലിട്ട് കെട്ടിയെടുക്കുന്ന ആരെങ്കിലും വിചാരിച്ചോ? എനിക്ക് നിങ്ങളെ അറിയില്ല. അച്ഛൻ കാശ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അച്ഛൻ ജീവിച്ചിരിക്കുമ്പോ വന്ന് വാങ്ങണായിരുന്നു, അല്ലാതെ. ഓരുമ്പട്ടോളെ, എനിക്ക് എന്റെ മുതലും പലിശയും കിട്ടാതെ ഞാൻ ഇവിടുന്ന് പോലടി. പോവണ്ട, ഇവിടെ കയറി താമസിച്ചോ. ഇതുപോലെ കുറെ പേര് ഇതിനകത്തുണ്ട്, അവരുടെ കൂടെ കുടിക്കോ. കാശില്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യേ, ഒരു 10 ദിവസം എന്റെ കൂടെ വന്ന് താമസിക്കേ.
ഞാൻ കാണിച്ചു തരാം കാശ് അങ്ങനെ ഉണ്ടാക്കാമെന്ന്. എന്റെ കാശ് മുതലായ നിന്നെ തിരിച്ചുവിട്ടേക്കാം. എന്താ പോവല്ലേ? എന്തൊരു കഷ്ടമായിട്ടായി കാണിക്കണേ. ചൈനട്ടി പോയിനൊരുക്കി തരങ്ങളൊക്കെ പെയിനോളോടെ ചൈനട്ടി കൈനയൊന്ന് വീണട്ടെ. നീ ആരടാ? ഇവളുടെ കെട്ടിയോനോ അതോ ഇവളെ വെച്ചോണ്ടിരിക്കുന്നു? അതൊക്കെ ചേട്ടന്റെ ഇഷ്ടാണ്, എന്റെ ഇഷ്ടം. സാരില്ലടാ. ഈനിവൻ അയിനാള് ശൈനരി അയിനല്ല എന്നാ തോന്നണേ. ഇവനാള് ശരിയല്ലെന്നാ തോന്നണേന്ന്. നീ ഓയിനുള്ളത് കൊണ്ട് ഓയിനോണം പോലെ പെയിനർമാരുടെ പൈനവിത്ര. നീ ഉള്ളത് കൊണ്ട് ഓണം പോലെ പെരുമാറടാ പവിത്ര. ഇതിനിപ്പോ എന്തൊരു പരിഹാരം സുഷ്മേച്ചിയെ? ഇതിന് പരിഹാരം നല്ല നാടന്തല്ല. ഇനി ഇതുപോലൊരു തല്ലുവൻ വാങ്ങാനും പാടില്ല, ഈ കിട്ടുന്ന തൊട്ടുവൻ മറക്കാനും പാടില്ല. വീട് തേടി വന്ന തല്ലുള്ളിയെ കൈവിടരുതെന്നാണ് ദൈവം പറഞ്ഞേക്കുന്നത്. അടി കണ്ടോ? ഇല്ല. ഇപ്പൊ കാണിച്ചു തരാം. അയ്യമ്മച്ചിന്റെ അടി കണ്ടാ നീ ഇങ്ങനെ തന്നെ. വർമ്മേ, ആ സുഖം വണ്ടി കയറി ഉണ്ടാവില്ലേട്ടാ. എടുത്തോണ്ട് പോടാ. എല്ലാം അവസാനിച്ചെന്ന് കരുതണ്ട കേട്ടോടി. നിന്റെ കല്യാണം കഴിഞ്ഞന്ന് രാത്രി തന്നെ നിന്റെ തന്റെ കാശ് തരാമെന്ന് പറഞ്ഞതാ. കല്യാണം കഴിഞ്ഞു, അയാളുടെ 16 അടിത്തരം കഴിഞ്ഞു, കാശുമില്ല, തല്ല് ബാക്കി. വച്ചിട്ടുണ്ടടി നിനക്ക്. പറ്റിയൊന്ന് നിന്നേൻ. ഇനി ഇതുപോലെ എത്ര പേരെ തല്ലേണ്ടി വരും? ഒരു പണിയും ചെയ്യാതെ അച്ഛനും കെട്ടിയോനും കുടുംബക്കാരെ കൂടെ അടിച്ചു പൊളിച്ച് നടന്നു കാണും. ഇപ്പൊ മൂക്കറ്റം കടവും. എന്നിട്ട് നിന്ന് മോങ്ങുക. വാട പവിത്ര, മതി ഇവിടുത്തെ പൊറുതി. ഇനി ഇവിടെ നിന്നാലേ നമ്മുടെ ജീവനും അപകടത്തിലാവും. എല്ലാവരും അവരവരുടെ കൂടും കൊടുക്കോട് ഇറങ്ങിക്കോ. അതെ, നല്ല നല്ല നാട്ടിൽ കിട്ടും. 10 പൈസ കൊടുക്കണ്ട. പിന്നെയാണ് കണ്ടില്ലേ ചെറിയ പൊട്ടിച്ച് നിൽക്കണത്. വന്നുകൂടെ ഇനിയെങ്കിലും. അല്ല പവിത്ര, ഞാൻ അപ്പോഴത്തെ ഒരു മൂഡിൽ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും നമുക്ക് അങ്ങനെ അങ്ങ് പോവാൻ പറ്റുമോ? നമ്മുടെ ആംബുലൻസ് ചെട്ടിയാരെ കയ്യിലല്ലേ? അതും പറഞ്ഞ് ഇവിടെ നിന്നാലേ നമ്മുടെ ശവം ഈ ആംബുലൻസ് കയറ്റി അങ്ങോട്ട് കൊണ്ടുവരും. ഇന്ന് അവൻ ഒറ്റയ്ക്ക് വന്ന്, നാളെ അവൻ എത്ര പേരായിട്ട് വരുന്ന ദൈവത്തിനറിയാം. നീ എന്താണ് ഒന്നും മിണ്ടായിരിക്കുന്നത്? ഇത്രയും പേര് വീടും കൂടി വിട്ട് ഇറങ്ങിയിട്ട് നാളെ കുറേ ആയി. ആ കുട്ടിയുടെ മനസ്സിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ഉണ്ട്. നിങ്ങൾ ഈ പോലീസിന്റെ സ്വഭാവം എടുക്കാതെ ആ കുട്ടിക്കുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചു മനസ്സിലാക്കുക. എന്നിട്ട് പോരെ ഈ കൂടും കുടുക്കൊക്കെ എടുക്കലേ. ഇത് ഈ വീടിന്റെ ആധാരോ. ഇത് മാത്രമേ എന്റെ കയ്യിലുള്ളൂ. ഇത് വിൽക്കുകയോ പണയം വെക്കുകയോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾക്ക് തരാനുള്ള കാശ് എടുത്തിട്ട് ബാക്കി എനിക്ക് തന്നാ മതി. ഇനി കാശ് ചോദിച്ചു വരുന്നവര് എന്റെ മാനത്തിന് വില പറയരുത്. മരിച്ചുപോയ എന്റെ അച്ഛന്റെ ആത്മാവിനെ ശപിക്കുകയും ചെയ്യരുത്.
നിങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്ന ഈ ചുരുങ്ങിയ ദിവസങ്ങൾ എന്റെ ജീവിതത്തില് ഏറ്റവും സന്തോഷം നിറഞ്ഞതായിരുന്നു. എന്റെ നശിച്ച ജന്മം ഈശ്വരന് തിരിച്ചു കൊടുക്കാൻ ഒരുങ്ങിയതാ ഞാൻ. പിന്നെ നിങ്ങളെ വിചാരിക്കും പോലെ എന്റെ അച്ഛനും ഭർത്താവും ദുഷ്ടന്മാരായിരുന്നില്ല. കുട്ടിയുടെ അച്ഛനെ ആരെങ്കിലും കൊലപ്പെടുത്തിയതാണോ? എന്താ മോളെ? മാധവൻ ഇവിടെ എങ്ങനെ വന്നു എന്നായിരിക്കും വിചാരം. മാധവൻ എപ്പോ വേണമെങ്കിലും ജയിലിൽ നിന്ന് ഇറങ്ങാം, കയറാം. പിന്നെ ഇന്നിറങ്ങിയത് അത് ഇവളുടെ കല്യാണം നടത്താൻ. എന്തായി ആ മാഷിന്റെ ആലോചന? വേറിട്ട കിളവ, ഇനി വിണ്ടിയ തന്റെ നാവ് ഞാൻ പിഴുതുകളയും. ഇവളുടെ തള്ള ക്യാൻസർ വന്ന് ചത്തു മലച്ചപ്പോ അതിന് ചെലവഴിച്ച പണത്തിന് പകരം വീടും പറമ്പും കടക്കാര് കൊണ്ടുപോയതുകൊണ്ടാ ഞാൻ തന്നെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത്. അല്ലാതെ അകന്ന ബന്ധു എന്നുള്ള സെന്റിമെന്റ്സ് കൊണ്ടല്ല, ഇവളെ കണ്ടുകൊണ്ട് തന്നെയാ. എന്നിട്ടിപ്പോ എന്റെ വീട്ടിൽ നിന്നുകൊണ്ട് വേറെ കല്യാണം ആലോചിക്കുന്നു. ഞാൻ കള്ളുകുടിയനും പെണ്ണുപിടിയനും കൊലപാതകയൊക്കെ ആയിരിക്കും, പക്ഷേ നിങ്ങൾ രണ്ടുപേരും ഓസിൽ താമസിക്കുന്നത് എന്റെ വീട്ടിലാണെന്നുള്ള കാര്യം മറക്കരുത്. പിന്നെ എനിക്ക് ഇവിടെ കയറി പൊറുക്കാൻ കഴിയാഞ്ഞിട്ടല്ല, ഇവളെന്റെ വെപ്പാട്ടിയാണെന്ന് നാട്ടാരെ കൊണ്ട് പറയിപ്പിക്കാതിരിക്കാനാ 4 പേരറിയ താലി കെട്ടാമെന്ന് വിചാരിച്ചത്. തന്തയും മോളും ഇനിയും എന്റെ മുമ്പിൽ വേഷം കെട്ടാനാണ് ഭാവമെങ്കില് രണ്ടിനെയും ഈ വീട്ടിലിട്ട് കത്തിച്ചു കളഞ്ഞാൻ. ശിക്ഷ കഴിഞ്ഞ് ജയിലിൽ നിന്ന് ഇറങ്ങുന്ന അന്ന് ഞാനും നീയും തമ്മിലുള്ള കല്യാണം കേട്ടോടി. അയാളുടെ ശല്യം അവസാനിപ്പിക്കാനും ആ വീട് ഒഴിഞ്ഞു കൊടുക്കാനും വേണ്ടി അച്ഛൻ കണ്ട പോംവഴി എന്റെ ജീവിതം വെച്ചായിരുന്നു. കഴിയില്ല അച്ഛാ, എനിക്ക് കഴിയില്ല. അച്ഛന്റെ പ്രായമുള്ള ഒരാളെ കല്യാണം കഴിക്കാന്ന് വെച്ചാ. മോളെ, എന്റെ കണ്ണ് അടയുന്നതിന് മുമ്പ് എന്നെ ആർക്കെങ്കിലും പിടിച്ച് ഏൽപ്പിക്കണ്ടേ അച്ഛനെ? അച്ഛൻ നിന്നെ നിർബന്ധിക്കുന്നില്ല. ഇതിനു മുമ്പ് എത്ര നല്ല ആലോചനകൾ വന്നതാ. ചൊവ്വാദോഷമുള്ള കുട്ടിയാണെന്നും പറഞ്ഞ് അതെല്ലാം മുടക്കിയില്ലേ ആ ദുഷ്ടൻ. ഇതിപ്പോ നിന്റെയും നമ്മുടെ കുടുംബത്തിന്റെയും ഭാഗ്യമായിട്ടാ ഞാൻ കരുതണേ. ഇത്തിരി പ്രായക്കൂടുതലുണ്ടെന്നല്ലാതെ വേറെ എന്താ ഇപ്പൊ അദ്ദേഹത്തിനൊരു കുറവ്? മോളെ ഈ കല്യാണത്തിന് സമ്മതിച്ചാൽ നമ്മുടെ കുടുംബം രക്ഷപ്പെടും. അവന്റെ കയ്യിൽ നിന്ന് എന്റെ മോളെ രക്ഷിക്കാൻ അച്ഛൻ ഇതല്ലാതെ വേറെ മാർഗമില്ല മോളെ. ആ, ഇനിയൊക്കെ നിന്റെ ഇഷ്ടം പോലെ. മോളെ, എന്റെ മോടെ പ്രായമാണ് നിനക്ക്. ഇപ്പൊ ലക്ഷ്മി വിചാരിക്കുന്നുണ്ടാവും ഞാനെന്തിനാണ് ഈ വയസ്സുകാലത്ത് കല്യാണം കഴിക്കുന്നതെന്ന്. മനസ്സുണ്ടായിട്ടല്ല, പക്ഷെ ഇതൊരു വാശിയാണ്, എൻ്റെ മക്കളോടുള്ള വാശി. 3 ആണും 1 പെണ്ണുമാ. അവരെയൊക്കെ നല്ല രീതി കെട്ടിച്ചു, മക്കളുമായി വേണ്ടത്ര സ്വത്തുക്കളും കൊടുത്തു. പക്ഷെ നോട്ടം ബാക്കിയുള്ള സ്വത്തില. അത് കിട്ടില്ലെന്നായപ്പോ അവരെന്നെ കൊല്ലാൻ വരെ ശ്രമിച്ചിരുന്നു. 1 പ്രാവശ്യമല്ല, പല പ്രാവശ്യം. പക്ഷെ അവരുടെ സമയദോഷം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. എപ്പോഴും ആ ഭാഗ്യനോടൊപ്പം ഉണ്ടായെന്ന് വരില്ലല്ലോ. മോളുടെ അച്ഛൻ ഇതെല്ലാം അറിയാവുന്ന. ഞാനും വർമ്മയും തമ്മിലുള്ള ബന്ധം 1 or 2 വർഷത്തെ അല്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനൊരു കല്യാണത്തിന് ഇറങ്ങി തിരിച്ചത്. നിന്നെ എനിക്ക് എൻ്റെ മോളെ പോലെ കാണാൻ കഴിയും. പക്ഷെ നമ്മുടെ രണ്ടുപേരുടെയും, പ്രത്യേകിച്ച് നിന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി എനിക്ക് നിന്റെ കഴുത്തിൽ ഒരു താലിച്ചരട് കെട്ടിയേ പറ്റൂ. ലക്ഷ്മിക്ക് അതിന് സമ്മതമാണോ എന്നേ അറിയണ്ടു. ആ, ഇത് 10 വർഷം മുമ്പ് ഞാൻ വാങ്ങിയ വീടിന്റെ സ്ഥലത്തിന്റെ ആധാരമാണ്. ഇന്നു മുതൽ ഇത് ലക്ഷ്മിയുടെ പേരിലാക്കിയിരിക്കുക. ഇത്
പാലത്തറയിൽ എൻ്റെ പേരിലുള്ള കൊപ്ര ഫാക്ടറി ആധാരമാണ്. ഇത് നിങ്ങളുടെ രണ്ടുപേരുടെയും പേരിലാക്കിയിരിക്കുക. ഇതിനൊക്കെ ഞങ്ങൾ അർഹരാണോ? ഇപ്പൊ മുതൽ അർഹരാണ്. നിയമപ്രകാരം ഞാൻ താലി കെട്ടിയ പെണ്ണാണ് ലക്ഷ്മി. നാളെ ഇതെല്ലാം എൻ്റെ മക്കൾ അറിഞ്ഞെന്ന് വരാം. ഒരിക്കലും ഇതൊന്നും അവർ കൂട്ടുകൊടുക്കരുത്. എന്തിന്റെ പേരിലായാലും അവരെന്നെ അത്രയ്ക്ക് ദ്രോഹിച്ചിട്ടുണ്ട്. ലക്ഷ്മി, നിന്നെ സ്നേഹിക്കുന്ന, നിന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാളെ കണ്ടെത്തിയോളൂ. ദൈവം എനിക്ക് ആയുസ് നീട്ടിത്തരികയാണെങ്കിൽ നിങ്ങളുടെ കല്യാണം ഞാൻ നടത്തിത്തരും. പിന്നെ ഇതെല്ലാം രഹസ്യമായിരിക്കണം. നമ്മളായിട്ട് ആരോടും ഒന്നും പറയാൻ നിൽക്കണ്ട. ശരി, അപ്പോ ആരട്ടെ. ലക്ഷ്മി പോയി മോളെ, 10,000 പോയി. ആത്മഹത്യ ചെയ്തു എന്നാ പറയുന്നത്. പക്ഷെ ഞാനത് വിശ്വസിക്കില്ല. വേണ്ട മോളെ, നമ്മളിപ്പോ അവിടെ ചെന്നാ എല്ലാവരും എല്ലാം അറിയും. പോരാത്തന്നെ പോലീസും ബഹളമൊക്കെയാണ് അവിടെ. നമുക്ക് എവിടെ ഇരുന്ന് അദ്ദേഹത്തിന്റെ നിത്യശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്ക് അതേ വിധിച്ചിട്ടുള്ളൂ മോളെ. പണക്കാരായ വയസ്സന്മാരെ വലവീശി പിടിച്ച് അവരെ ഭീഷണിപ്പെടുത്തും ചതിച്ചും അവരെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച് സ്വത്ത് തട്ടിയെടുക്കുന്ന ഒരു യക്ഷിയുണ്ടെന്ന് അറിഞ്ഞു. ഒന്ന് കാണാമെന്നതാ. പത്മനാഭൻ നായരെ നീ അറിയും, ഞങ്ങളുടെ അച്ഛനാ. അദ്ദേഹമേ ഇന്നലെ രാത്രി ആത്മഹത്യ ചെയ്തു. അതിന് ഉത്തരവാദി നീയാന്നറിയാനേ ഞങ്ങൾ വൈകിയടി. നീ വിചാരിക്കുന്ന പോലെ ഒരു റാണിയായി വാഴാൻ ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ അത് നടക്കില്ലടി. അച്ഛന്റെ സ്വത്തിന്റെ ഒരു തരി പോലും നിനക്ക് കിട്ടില്ല. പത്മനാഭൻ നായരുടെ മക്കളായ ഞങ്ങളൊക്കെ ജീവിച്ചിരിക്കുമ്പോ ഒരു നായിന്റെ മോൾക്കും സ്വത്തിന്റെ അവകാശം പറഞ്ഞു വരാൻ കഴിയില്ല. ഞങ്ങൾക്ക് ഇങ്ങനെ വർത്താനം പറയാൻ മാത്രമല്ല, അനുസരിച്ചില്ലെങ്കിൽ അറിയാം. ലക്ഷ്മി പേടിക്കണ്ട, ഞാൻ നിന്നെ ഒന്ന് കാണാൻ വന്നതാ. ഒരു ദിവസത്തെ പരോളിലിറങ്ങി ഒരാളെ കൊല്ലാൻ. ആളെ തട്ടിക്കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് അയാൾ നിന്റെ ഭർത്താവാണെന്ന്. പത്മനാഭൻ നായർ. ഞാനറിയാതെ ഈ കല്യാണം എങ്ങനെ സംഭവിച്ചു ലക്ഷ്മി? നിനക്ക് വേണ്ടി ഇവിടെ ഞാനൊരുത്തൻ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുമ്പോ എന്തിനാടി നീ കിഴമാരുടെ പിറകെ പോണത്? പിന്നെ സ്വത്ത് കണ്ടിട്ടാണെങ്കിൽ അതിലൊരു കരിക്കിട്ട് കുടിക്കാൻ പോലും അവന്മാര് സമ്മതിക്കില്ല. പത്മനാഭൻ നായരെ കൊല്ലാൻ എന്നെ ഏർപ്പാടാക്കിയത് ആരാന്നറിയോ? അയാളുടെ മക്കള് തന്നെ. ഇനിയും നീ ഇതുപോലുള്ള അബദ്ധങ്ങൾ കാണിക്കരുത്. ഒരു തവണ കൂടി ഞാൻ ഒരു ദിവസത്തെ പരോളിലിറങ്ങും. അത് നിന്റെ കഴുത്തിൽ താലി കെട്ടാനല്ലാതെ നിനക്ക് വേണ്ടി ഒരുത്തിനെ കൊല്ലാനാവരുത്. ലക്ഷ്മി ഇതൊന്നും കേട്ട് പേടിക്കണ്ട, സുഖമായിട്ട് കിടന്നുറങ്ങിക്കോ. മാധവേട്ടൻ പോയിട്ട്. പിന്നെ ഞാനിവിടെ വന്നതോ പറഞ്ഞതോ ആയ കാര്യങ്ങൾ നമ്മളല്ലാതെ മറ്റാരും അറിയരുത്. അറിഞ്ഞാലുള്ള ഭവിഷ്യത്ത് അച്ഛനും മോക്കും അറിയാലോ. അന്നത്തെ ദിവസത്തിന് ശേഷം അച്ഛൻ മാനസികമായി ആകെ തളർന്നു. പത്മനാഭൻ നായർ എന്ന നല്ല മനുഷ്യന്റെ വാക്ക് പാലിക്കാനും ഈ വീട്
അദ്ദേഹത്തിന്റെ ആ നശിച്ച മക്കൾക്ക് വിട്ടുകൊടുക്കാതിരിക്കാനും വേണ്ടി ഒരു വക്കീലിനെ കാണാൻ അച്ഛൻ തീരുമാനിച്ചു. അഡ്വക്കേറ്റ് ജയദേവൻ. പത്മനാഭൻ നായരുടെ മക്കൾക്കെതിരെ അയാൾ കേസ് ഫയൽ ചെയ്തു. കേസിന്റെ കാര്യം പറഞ്ഞ് പിന്നീട് വക്കീൽ അച്ഛന്റെ അടുത്തുനിന്ന് പണം വാങ്ങിക്കാൻ തുടങ്ങി. കേസിനെ കുറിച്ച് ഒന്നും അറിയാതിരുന്ന അച്ഛൻ ആരുടെയൊക്കെയോ കയ്യിൽ നിന്ന് പണം വാങ്ങി വക്കീലിന് കൊടുത്തുകൊണ്ടേയിരുന്നു. ഇതിനിടയിലാണ് വക്കീലും അവരുടെ പക്ഷത്താണെന്ന് അച്ഛൻ അറിഞ്ഞത്. മോനെ, ഇല്ലാത്ത കാശ് കടം വാങ്ങിച്ചാടാ ഞാൻ നിനക്ക് തന്നുകൊണ്ടിരുന്നത്. എന്നെയാണ് നീ ചതിച്ചത്. പിന്നെ ഞാൻ വെറുതെ വിടില്ല. അച്ഛനും മോളും കണ്ട സ്വപ്നം അതൊരു സ്വപ്നമായിട്ട് തന്നെ വിട്ടാരെ. അവരോട് എതിരിടാൻ നിന്നാ പിന്നെ നാട്ടിൽ പോലും നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല. ഒരു കോംപ്രമൈസിന് തയ്യാറാണെങ്കിൽ അവർ മാന്യമായിട്ട് എന്തെങ്കിലും തരും. അല്ലെങ്കിൽ എനിക്കെന്നല്ല ഒരാൾക്കും ഇക്കാര്യത്തിൽ നിങ്ങളെ സഹായിക്കാനാവില്ല. സത്യമാണോ നീ പറയുന്നത്? എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. വിശ്വസിക്കാം. മാധവേട്ടന് വിവാഹം കഴിക്കാൻ എനിക്ക് സമ്മതം. പക്ഷേ എനിക്കൊരു വാക്ക് തരണം. എന്താ നിനക്ക് വേണ്ട? എന്ത് വേണമെങ്കിലും ആവശ്യപ്പെട്ടോ. ഇന്നെനിക്ക് ഏറ്റവും സന്തോഷമുള്ള ദിവസമാണ്. പത്മനാഭൻ നായർ എഴുതി തന്ന സ്വത്തുക്കൾ നമുക്ക് തന്നെ കിട്ടണം. അതാ മക്കൾ അനുഭവിക്കാൻ പാടില്ല. അത് ഞാനും അച്ഛനും അദ്ദേഹത്തിന് കൊടുത്ത വാക്കാ. മാധവേട്ടൻ എന്റെ കഴുത്തിലെ താലി കെട്ടിയ പിന്നെ എനിക്കുള്ളതെല്ലാം മാധവേട്ടനും കൂടി അവകാശപ്പെട്ടതാ. അതിന് മാധവേട്ടൻ എന്നെ സഹായിക്കണം. നീ എന്നോട് സഹായം ചോദിക്കണ്ട. നീ എന്നെ കെട്ടിക്കൊള്ളാന്ന് പറഞ്ഞില്ലേ, അത് മതി എനിക്ക്. അതിലെല്ലാം ഉണ്ട്. നീ സമാധാനമായിട്ട് പോയിക്കോ. ഇനി നിനക്കെതിരെ അവന്മാരൊന്നും ചെയ്യില്ല. പാല് കൊടുത്ത കൈക്ക് തന്നെ കൊത്തി ആ നായിന്റെ മോൻ. ഈ സമയത്ത് അവന്റെ മനസ്സ് മാറാൻ കാരണം എന്തായിരിക്കും? പെണ്ണ് അല്ലെങ്കിൽ പണം? ഏയ്, അങ്ങനെ ഒരു പെണ്ണ് വന്ന് പറഞ്ഞാൽ വീഴുന്നവനല്ല മാധവൻ. അവരെ എനിക്ക് കുറെ കാലമായിട്ട് അറിയാം. പെണ്ണ് തന്നെ കാരണം. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ വഴി കൂടി പോകുന്ന പെണ്ണല്ല. അവൻ ഇഷ്ടപ്പെടുന്ന പെണ്ണിന് വേണ്ടി തന്നെയാ നിങ്ങളെ അവൻ ചതിച്ചത്. അതേതടി പെണ്ണ്? ലക്ഷ്മി. ലക്ഷ്മി? മാധവൻ ലക്ഷ്മി അല്ലാതെ വേറൊരു പെണ്ണിനെ കെട്ടില്ലാന്നും പറഞ്ഞ് വാശി പിടിച്ച് നടക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. മാധവനെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞത് തന്നെ അവളുടെ ബുദ്ധിയാ. ഈ സമയത്ത് അവനെ കൂടെ നിർത്തിയാൽ നമുക്കെതിരെ ഉപയോഗിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ആയുധമാണ് മാധവനെന്ന് അവക്കറിയാം. പെണ്ണുരുമ്പെട്ടാലെന്ന് കേട്ടിട്ടുണ്ട്. ദാ ഇപ്പൊ കണ്ടു. നീ എന്താ വിവേകാ മോളെ കാണിച്ചത്? മാധവനെ പോലുള്ള ഒരുത്തന്റെ ഭാര്യയാവാൻ. അച്ഛൻ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. ആ സമയത്ത് എനിക്ക് അങ്ങനെ ചെയ്യാനാ തോന്നിയത്. പത്മനാഭൻ നായർക്ക് നമ്മൾ കൊടുത്ത വാക്ക് പാലിക്കാം. അതായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. നമ്മളെ ആരോ കുറെ നേരമായിട്ട് ഫോളോ ചെയ്യുന്നു.
ആക്സിഡന്റിൽ ഞാനും കൂടി അങ്ങ് തീർന്നിരുന്നെങ്കിൽ ഒന്നും അറിയാനും കാണാനും നിൽക്കണ്ടായിരുന്നു. പക്ഷെ ദൈവം അവിടെ എന്നെ കൈവിട്ടു. പവിത്ര, അതിന്റെ കഥ കേട്ടിട്ട് ആരോരും ഇല്ലാത്തൊരു പാവം കുട്ടിയാണെന്നാ തോന്നുന്നേ. ദൈവം നമ്മളെ ഇവിടം വരെ എത്തിച്ചത്. ഇനി മാധവൻ മീശ മാധവനായിട്ട് വന്നാലും നമ്മൾ ഇവിടം വിട്ടു പോണ പ്രശ്നമില്ല. അല്ല, ഈ പ്രശ്നം നീ എങ്ങനെ പരിഹരിക്കാൻ പോകുന്നു? പരിഹാരത്തിന്റെ ഒന്നാം ഘട്ടമെന്ന നിലയ്ക്ക് ആദ്യം വില്ലനായി നിൽക്കുന്ന മാധവനെ ചെന്ന് കാണുന്നു. അതും മാധവന്റെ മാളത്തിൽ ചെന്ന്. ഒരു ഇൻട്രൊഡക്ഷന്റെ ആവശ്യമില്ലെന്ന് മാധവന്റെ ഈ മുഖഭാവം കണ്ടപ്പോ തന്നെ മനസ്സിലായി. പിന്നെ ഈ വരവ്, അത് ലക്ഷ്മിയുടെ കണ്ണിലെ കരടായി നിൽക്കുന്ന ഈ വില്ലൻ ഒന്ന് കാണാൻ വേണ്ടി തന്നെയാ. ഞാൻ വിചാരിച്ച പോലെയല്ല, ആള് സ്മാർട്ടാട്ടാ. കോടശ്ശേരി മഠത്തിൽ വർമ്മത്തമ്പുരാന്റെ മകൾ ലക്ഷ്മിക്ക് താങ്ങും തണലുമായി നിൽക്കുന്ന ചങ്ങമ്പുഴ പവിത്രൻ. ഈശ്വരവർമ്മ പറഞ്ഞറിഞ്ഞു നിന്റെ പെർഫോമൻസിനെ കുറിച്ച്. അയ്യോ, ഞാനൊരു പാവം പവിത്രനാ. കൂടുതൽ സ്മാർട്ടാവാതെ വന്ന കാര്യം പറടാ. ഇതിനകത്തും എന്റെ ആളുകളാ ഉള്ളത്. നിന്റെ ശിക്ഷ കഴിഞ്ഞ് നീ നാളെറങ്ങുമെന്നും ലക്ഷ്മിയുടെ കഴുത്തിൽ താലി കെട്ടുമെന്നും പാണൻ പാടി നടക്കുന്ന പോലെ നിന്റെ കൂട്ടാളികൾ പറഞ്ഞു നടക്കുന്ന ഞാൻ കേട്ടു. കേട്ടറി വെച്ച് പറയാ, ഒരു പെൺകുട്ടിയുടെ ജീവിതം എന്ന് പറയുന്നത് വിവാഹ, അതും ആ പെൺകുട്ടിയുടെ പൂർണ്ണ സമ്മതത്തോടു കൂടി. നിന്റെ ഭീഷണി കൊണ്ടും അതിന്റെ കുടുംബത്തെ ഓർത്തും അന്നാ വിവാഹം കഴിക്കാൻ സമ്മതിച്ചു കാണും. നീ ഇവിടെ നിറങ്ങിയ നേരെ വരണത് ലക്ഷ്മിയുടെ വീട്ടിലേക്കാന്ന് എനിക്കറിയാം. അവിടെ വെച്ച് നമ്മൾ തമ്മിൽ ഒരു കശപിശയാവും. അത് നാട്ടുകാർക്ക് പറഞ്ഞിരിക്കാൻ ഒരു സംഗതിയാവും. ആ സംഗതിയിൽ എന്തുണ്ടാവാ? ഒരു പെൺകുട്ടിയുടെ ജീവിതം ഇല്ലാണ്ടാവും. അതുകൊണ്ട് ലക്ഷ്മിയുടെ കഴുത്തിൽ താലി കെട്ടാന്നുള്ള മോഹം അങ്ങ് മാറ്റിവെച്ചേക്ക. ഇത് പറയുന്നത് ഞാനാ, ചങ്ങമ്പുഴ പവിത്രൻ. ഒന്ന് നിന്നേ. ഈ മാധവന്റെ ഞരമ്പിൽ രക്തം ഓടുന്നുണ്ടെങ്കിൽ നാളെ ലക്ഷ്മിയുടെ കഴുത്തിൽ ഞാൻ താലി കെട്ടും. അതും ഞാൻ വിചാരിച്ച മുഹൂർത്തത്തിൽ തന്നെ. ഇനിയും നിന്റെ മുമ്പില് മണിക്കൂറുകൾ ബാക്കിയുണ്ട്. തടയാമെങ്കിൽ തടയടാ ചങ്ങമ്പുഴ പവിത്ര. എന്തൊക്കെയായാലും നീ അവനെ വെല്ലുവിളിക്കണ്ടായിരുന്നു. അവന്റെ സ്വഭാവം ലക്ഷ്മി പറഞ്ഞ് നീയും കേട്ടതല്ലേ. എനിക്കെന്തോ ആകെ പേടിയാവുണ്ട്. എടാ, അവനെ പേടിച്ച് ജീവിക്കുകയാണെങ്കിൽ അതിനെ സമയം കാണൂ. എടാ പവിത്ര, ഇതിനൊരു പരിഹാരമേ ഉള്ളൂ. ഞാൻ ഈ അമ്പലത്തിന് മുമ്പിൽ ഇരുന്ന് പറയുക. ഞാൻ പറയുന്നത് കേട്ടിട്ട് എന്നോട് നീ ദേഷ്യപ്പെടരുത്. നിന്റെ അമ്മയുമായിട്ട് ആലോചിച്ച് ആ കുട്ടിക്കൊരു ജീവിതം കൊടുത്താ അത് നിന്റെ ജീവിതത്തിൽ നീ ചെയ്യുന്ന ഏറ്റവും വലിയ പുണ്യമായിരിക്കും. എടാ, അതിന് അവളുടെ സമ്മതം കൂടെ വേണ്ടേ? ഓ പിന്നെ, എടാ ഇവൻ അവൾക്കൊരു ജീവിതം കൊടുക്കാന്ന് പറയുന്നതന്നെ അവളുടെ ഏറ്റവും വലിയ ഭാഗ്യമല്ലേ? ആ, ഇതായിരിക്കും വിധവയായ കന്യക. പവിത്ര, മോനെ പൗത്ര, എന്താ എന്റെ പൊന്നു മോനെ, ഞങ്ങളെയൊക്കെ തല്ലി ചതച്ച് ആ നാടി തള്ളയെ തല്ലി ബോധം കെടുത്തി ലക്ഷ്മിയെ കുറെ ആൾക്കാർ പിടിച്ചോണ്ട് പോയി മോനെ. ആര്? ഏതോ മാധവന്റെ ആൾക്കാരാണെന്ന് ലക്ഷ്മി പറയുന്നുണ്ടായിരുന്നു. താനം തന്നെ നാസരം വായിക്കുമ്പോ ഓട്ട പൊത്തി പിടിക്കണേ. ചേട്ടാ, ഓട്ട പൊത്തിയാലേ സ്വരം. താനെന്തിനാണോ ഇതിന് ഓട്ടിട്ടത്? ഇനി ഇവന്മാർക്ക് പണി കൊടുത്തിട്ട് തന്നെ കാര്യം. എല്ലാം ഓക്കെ. അതിന് മണ്ഡപത്തിന്റെ ഏഴയലത്ത് വരില്ല. ഗേറ്റിൽ നമ്മുടെ ആളുണ്ട്. മാധവനൊന്നും നിന്നേ.
നീ വിളിച്ചില്ലേലും ഈ കല്യാണത്തിന് പങ്കെടുക്കേണ്ടത് ഞങ്ങളുടെ ഒരു ആവശ്യമല്ലേ മാധവ, അല്ലേ? നീ അവളെ കെട്ടിയ കൊല്ലിയ എന്ത് പിണ്ണാക്ക് വേണമെങ്കിലും ചെയ്തോ. അതിനു മുമ്പ് ഈ പത്രത്തില് ലക്ഷ്മിയുടെ 1-2 ഒപ്പ് വേണമായിരുന്നു. അത് നമുക്ക് രണ്ടുപേർക്കും ഗുണമുള്ള കാര്യമാണെന്ന് കൂട്ടിക്കോ. ഞാൻ പറഞ്ഞതിന്റെ ഗുട്ടൻസ് പിടികിട്ടിയല്ലോ അല്ലേ? പിടിച്ചേ. ബൊക്കെയൊക്കെ ഞാൻ പിടിച്ചോളാം. പേന ചെല്. ഒന്നും കാണാതെ ആരെങ്കിലും ഈ പെണ്ണിനെ കെട്ടുവോ സാറന്മാരെ? ഇന്നത്തോടുകൂടി പഞ്ചായത്തിലെ പുകവലി അവസാനിക്കും. ഓ, 2 അടിക്കാനിട്ടാണെന്ന് തോന്നുന്നു. കയ്യും കാലും ഭയങ്കര വിറവലി. ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ കാര്യം എന്താ? എല്ലാം റെഡിയായി. ഞാൻ പറഞ്ഞ കാര്യം എന്തായി? ഹാപ്പി ആയില്ലേ? ഇനി ബാക്കിയുള്ളവന്മാർക്ക് പണി കൊടുക്കാം. വിവാഹം പറഞ്ഞ സമയത്ത് നടത്തും. അതാ മാധവൻ. എല്ലാരും ഒരു സീറ്റ് വലിച്ചേ. ഞാനിത് ചോദിക്കാനിരിക്കുകയായിരുന്നു. ഞാനിത് തരാൻ വേണ്ടി വരുമായിരുന്നു. ആവശ്യത്തിന് വലിച്ചേട്ടാ. വെറുതെ കിട്ടണല്ലേ, പൊറച്ച് തള്ളിക്കോ. ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് വെടിക്കെട്ട് ഏതാനും നിമിഷത്തിനുള്ളിൽ ആരംഭിക്കുന്നതാണ്. എന്താ ഉണ്ടായതിപ്പോ? ഒന്നുമില്ല, ഒരു സിഗരറ്റ് വലിച്ചതാ. ഇവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ഈ പൗത്രനെ അവിടെ പോയി കിടക്ക്. ലക്ഷ്മിയെ കാണാനില്ലല്ലോ. ലക്ഷ്മിയെ തട്ടിക്കൊണ്ടുപോയില്ലേ? പൗത്രനെ തട്ടിക്കൊണ്ടുപോയി കാണോ? ആ പവിത്രനെ ഇവിടെ കാണാൻ കണ്ടായിരുന്നോ? തേടേണ്ട തേടേണ്ട തേടി തളരേണ്ട. അവളെ കൊണ്ടുപോവാ. ഒട്ടന കെട്ടി വേണം.
വൃത്തികെട്ട പോലീസ്. കല്യാണം ഇവിടെ എത്തിന്നാ തോന്നുന്നു. ചീഞ്ഞാവിയുടെ വേണം. ഇവിടുന്ന് എങ്ങനെ ഒന്ന് ഇറങ്ങാം. അയ്യോ. ആരാ പറന്നുപോയത്? അതൊരു വരനാ. ഇനി വരുവോ? പോയ പോക്കണ്ടിട്ട് വരാൻ വഴിയില്ല. ആരെന്തിവിടെ? ഇവിടെ അടുത്ത് ഞങ്ങൾ പോലീസുകാരുടെ ഒരു കുടുംബമേള നടക്കുന്നുണ്ട്. എനിക്ക് കുടുംബമില്ലാത്തോണ്ട് ഞാനിവിടെ നിന്നോണ്ട് വലിയ കാര്യമില്ല. അപ്പോഴാ ഇവിടെ ഒരു മേള നടക്കുന്നു എന്ന് അറിഞ്ഞേക്കാം. അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് പോന്നു. നാട്ടിൽ ചെന്ന് ആദ്യം പരിഗണിക്കുന്നത് ചെങ്ങമ്പുഴ ഭാനുമതിയുടെയും ഗുണശേഖരൻ സാറിന്റെ പ്രശ്ന. ഓ, അതിന് വേണ്ടെന്ന്. അതെന്താ? ഈ ഗുണശേഖരന്റെ ഗുണമെല്ലാം ഈ ഓഡിറ്റോറിയത്തിൽ ഒരു തൂണ് കൊണ്ടുപോയി പവിത്ര. തൂണും ചാരി നിന്നവൻ പെണ്ണ് കൊണ്ടുപോയി എന്ന് കേട്ടിട്ടുണ്ട്. ഇവിടെ പെണ്ണ് കാത്ത് നിന്നവന്റെ തൂണ് കൊണ്ടുപോകുന്നത് ആദ്യമായിട്ട്. ഇനിയിപ്പോ എല്ലാ കാര്യത്തിനും ഒരു പരിഹാരമായി. ഇനി ഞങ്ങളുടെ രണ്ടുപേരുടെ കാര്യത്തിന് ഞങ്ങളുടെ പരിഹാരം പവിത്രന് ഒരു പരിഹാരം ഉണ്ടാക്കി തരണം. പോലീസ്, നിങ്ങളുടെ പ്രശ്നത്തിന് ഞാൻ പരിഹാരം കാണാം. എന്താ നിങ്ങളുടെ പ്രശ്നം? എനിക്ക് ഇവിടെ ഇഷ്ടമാണ്. എനിക്കും. നിനക്കോ? എനിക്ക് ഇവരെ രണ്ടുപേരും ഇഷ്ടമല്ല. എനിക്ക് ഇവിടെ ഇഷ്ടം. അതാണെങ്ങനെ ശരിയാവും? ഇത് നിയമവിരുദ്ധമാണ്. ഒരിക്കലും ശരിയാവില്ല. അതൊക്കെ ഞാൻ ശരിയാക്കി തരാം സാറേ. ഞാൻ പെണ്ണൊന്നുമില്ല. എന്റെ പേര് ശ്യാമെന്ന. ഞാനും ഇവളും തമ്മിൽ വർഷങ്ങളായിട്ട് പ്രേമത്തിലാ സാറേ. ഇവളെ കെട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ വേഷമെല്ലാം കിട്ടിയത്. ആണോ വച്ചേ? അപ്പൊ നിങ്ങളുടെ കാര്യം ഓക്കെ. 1 മിനിറ്റ്. ഇത് പോയ സ്ഥിതിക്ക് ഇത് കയ്യിലിരിക്കട്ടെ. അപ്പൊ നിങ്ങളുടെ കാര്യം ഓക്കെ. ആംബുലൻസ് അവിടെ. പവിത്ര, ജനിച്ചാൽ ഒരിക്കൽ മരിക്കും. മരിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യണം. അത് നീ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്റെ മനസ്സു മാറ്റിയ നിങ്ങൾക്ക് എന്നും നന്മകൾ മാത്രമേ വരൂ. ഇതാ ആംബുലൻസിന്റെ ചാവി. ജീവിതം അടിച്ചു പൊളിക്കണ.